السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب وأحباب وأزواج وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ മൂന്നാമത്തെ ദിവസം സായാഹ്ന സമയത്ത് അവന്റെ അനുഗ്രഹത്തിന്റെ പേരിൽ നോമ്പ് അനുഷ്ഠിച്ചവരായി വിജ്ഞാനത്തിന്റെ വേദിയിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ അമലുകളും ഈ കർമ്മവും അല്ലാഹു സ്വീകരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു ആക്കിപ്പെരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ ജീവിച്ച് അവന്റെ പൊരുത്തത്തോടുകൂടെ മാത്രം ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാമും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കള്, ഭാര്യമാർ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റു ഉറ്റവർ, ഉടയവർ, ശിഷ്യന്മാർ, നമ്മെ സഹായിച്ചവർ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തെ സഹായിച്ചവർ, എല്ലാവരെയും മനസ്സാവാച കർമ്മണ സംഭവിച്ചുപോയ സർവ്വ തെറ്റുകളിൽ നിന്നും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിലെ ദൗർഭാഗ്യകരമായ എല്ലാ അനുഭവങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അല്ലാഹു നമ്മെ കരകയറ്റുമാറാകട്ടെ. ഇനിയുള്ള ശിഷ്ടജീവിതമെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായി വിനിയോഗിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആസന്നമായ വിശുദ്ധ റമളാൻ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സമ്പൂർണമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ അനുകൂലികളിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. പ്രതികൂലികളിൽ പെടുത്താതെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പരിക്കേറ്റവർ, രോഗം കൊണ്ട്
ദുരിതങ്ങളെ കൊണ്ട്, ടെൻഷനുകളെ കൊണ്ട് അലോസരപ്പെടുന്ന ആളുകൾ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, നാം എണ്ണിപ്പറഞ്ഞവരും അല്ലാത്തവരുമായി, നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരുമായി ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ പ്രയാസങ്ങളും അർഹമുർ-റാഹിമീനായ റബ്ബ് അവന്റെ മഹവായ ഫള് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് നീക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒരു സന്തതി ശിഷ്യൻ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ചെറിയ പരീക്ഷണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ എല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മുടെ എല്ലാ ബന്ധപ്പെട്ടവരുടെയും എല്ലാ പരിക്കുകളും വിഷമങ്ങളും വേദനകളും അല്ലാഹു ഇല്ലായ്മ ചെയ്യുമാറാകട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു വച്ചത് പരിശുദ്ധ റമളാനു ശരീഫിന്റെ ഉൾരഹസ്യങ്ങളുടെ, അതിന്റെ ഉള്ളിൽ നിലകൊള്ളുന്ന സമ്മാന നിധികളുടെ ചില സാമ്പിളുകളായിരുന്നു. എണ്ണിത്തീർക്കാൻ കഴിയാത്തതുകൊണ്ട്, വിശദമായി വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത്രയും ബാഹുല്യമേറിയ റമളാനിന്റെ സമ്മാനങ്ങളുടെ പട്ടിക അത്രയും ആധിക്യം നിറഞ്ഞതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ചില പൊതുവായ വാക്കുകളിൽ ഒതുക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ നാം പറഞ്ഞു. റമളാനിന്റെ ഉള്ളിലുള്ള സമ്മാനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ട ആൾ വർഷം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുമായിരുന്നേനെ എന്ന് തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ റമളാനിന്റെ ഉള്ളിലുള്ള സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരണത്തിനപ്പുറമാണെന്നതിന്റെ തെളിവായി ഇന്നലെ നാം പറയുകയും, വസ്തുതയുടെ വിശദീകരണത്തിന്റെ ഭാഗത്തിൽ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്ത് ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തു. അതിന്റെ മറ്റൊരു ചെറിയ ഭാഗം ഇന്നും വിശദീകരിക്കുകയാണ്. റമളാനിനെക്കുറിച്ചും റമളാനിന്റെ ഉൾരഹസ്യങ്ങളെക്കുറിച്ചും ഈ ഒരു മാസവും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത് ഇന്നലെ നാം പറഞ്ഞിട്ടുണ്ട്. ഏതാനും സാമ്പിളുകൾ എന്ന് പറഞ്ഞു. അതിൽ ഒരു സാമ്പിള് ഇന്ന് പറയുകയാണ്. കൂടുതൽ ദിവസങ്ങൾ അതിലേക്ക് നീക്കിവെക്കാൻ വയ്യാത്തതുകൊണ്ട് വിശുദ്ധ റമളാനിന്റെ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് അത് ഇന്ന് നാം അനുസ്മരിക്കുകയാണ്. പ്രസംഗത്തിന്റെ സമാപനത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്നത്തെ തുടക്കം. റമളാന് സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കുന്ന സീസൺ സമയമാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ പണ്ഡിത പാമര വ്യത്യാസമന്യേ, മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ, ആൺ പെൺ വ്യത്യാസമന്യേ, ദേശഭാഷകൾക്ക് അതീതമായി എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇൻവൈറ്റ് ചെയ്ത രൂപം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം എന്നാണ്. അല്ലാഹു സലാമിന്റെ വീട്ടിലേക്ക്, ശാന്തിയുടെ, സമാധാനത്തിന്റെ, സുരക്ഷയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആരെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ആരെ എന്ന് പറയാതിരുന്നത് ക്ഷണം എല്ലാവരിലേക്കും വ്യാപകമാണ് എന്നതിന്റെ പേരിലാണ്. എല്ലാവരെയും അല്ലാഹു ക്ഷണിച്ചിട്ടുണ്ട്.
ക്ഷണിച്ചവർ പക്ഷേ വരേണ്ടത് വരുന്ന രൂപത്തിലായിരിക്കണം എന്ന് മാത്രം. ക്ഷണിക്കാൻ അള്ളാഹു എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, വരുമ്പോൾ ടിക്കറ്റ് കരുതി വേണം വരാൻ. എല്ലാവർക്കും അങ്ങോട്ട് കടക്കാൻ കൊള്ളത്തില്ല. എന്തുകൊണ്ട്? ആ സ്വർഗ വീടിനെ തയ്യാർ ചെയ്ത് വെക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് താമസിക്കാൻ യോഗ്യരായവർ ലിൽ മുത്തഖീൻ, അത് തഖ്വ എന്ന സർട്ടിഫിക്കറ്റുമായി വരുന്ന കക്ഷികൾക്ക് മാത്രമാണ്. അപ്പൊ ക്ഷണം എല്ലാവർക്കും വ്യാപകമാണെങ്കിലും എല്ലാ ക്ഷണിതാക്കൾക്കും കടന്നു വരാൻ കഴിയില്ല. കാരണം യോഗ്യത ഒത്തവരായിരിക്കണം. അപ്പൊ ക്ഷണിക്കപ്പെട്ട ആളുകൾ യോഗ്യത പൂർത്തിയായിക്കൊണ്ട് വരണമെന്നാണ് അള്ളാഹു ക്ഷണിച്ചതിന്റെ അർത്ഥം. യോഗ്യത എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുമായി വന്നുകൊള്ളണം, തഖ്വയുമായി വന്നുകൊള്ളണം. തഖ്വയാണ് സ്വർഗത്തിന്റെ ടിക്കറ്റ്. ആ ടിക്കറ്റ് കൊടുക്കാൻ വിശുദ്ധ റമളാനിനെ എല്ലാ നിലക്കും അള്ളാഹു സെറ്റപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ നിലക്കും. അതൊരു ചെറിയ വിശദീകരണം നൽകലാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. തഖ്വ സംഭരിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യർക്ക് മുഴുവനും അതിന് പറ്റിയ ഏറ്റവും നല്ല അസുലഭ മുഹൂർത്തമായി അള്ളാഹു സെറ്റപ്പ് ചെയ്ത മാസമാണ് വിശുദ്ധ റമളാൻ. വിശുദ്ധ റമളാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. വിശുദ്ധ റമളാൻ വരുമ്പോൾ എല്ലാ മുസൽമാന്റെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്? വിശുദ്ധ റമളാനിലാണ് അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നല്ല ഒരു മാസമായി എല്ലാവരും കാണുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഖുർആനിന്റെ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നൽകാര്യങ്ങൾ വിശുദ്ധ റമളാനിൽ തെരഞ്ഞെടുക്കാൻ തന്നെയുള്ള കാരണം എന്താണ്? വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആനിന്റെ അവതരണ വാർഷിക പീരീഡാണ് എന്നതാണ്. അപ്പോൾ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കാരണമാകുന്ന ഏറ്റവും നല്ല സമയമാണ് വിശുദ്ധ റമളാൻ. അപ്പോൾ ആഘോഷ സമയത്തേക്ക് പറ്റിയ ഏറ്റവും മുന്തിയ ഇനം ഭക്ഷണം കൊടുക്കൽ അത്യാവശ്യമാണ്. ആഘോഷം കെങ്കേമമാക്കണമെന്ന് ആർക്കും താല്പര്യമുണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെ വാർഷികാചരണ സമയമായതുകൊണ്ട് ഏറ്റവും നല്ല ആഘോഷത്തിന്റെ ഇനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിന് ഏത് ഭക്ഷണമാണ്, പാനീയമാണ്, ഏതൊന്നിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് അല്പം ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ച് ചെന്നെത്തുന്ന മേഖല തഖ്വക്ക് കാരണമായ വിഷയങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്നതാണ്. അതെന്താണ് അങ്ങനെ? മുന്തിയ ഇനം ഭക്ഷണം എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ വായിൽ നിന്ന് ചെറിയ ലാവകൾ പുറത്തു വരും. അത് ബിരിയാണിയുടെ പേരിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഭൗതികമായ ഏതെങ്കിലും സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരിലോ ഉള്ള സന്തോഷങ്ങളാണ്. എന്നാൽ ഈ ഭൗതികമായ ലോകത്തുള്ള ഏത് ഭക്ഷണവും, അത് എത്ര മുന്തിയ ഭക്ഷണം എടുത്താലും ശരി, പണ്ട് ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് പറഞ്ഞതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശുദ്ധ റമളാനാണ്, എന്നാലും ഉദാഹരണം പറഞ്ഞു പോവുകയാണ്. കൂടുതൽ
ടേസ്റ്റ് ഉള്ളത് തിന്നാൽ കൂടുതൽ നാറ്റമുള്ളത് പോകും എന്ന് പറഞ്ഞതുപോലെ ഈ ഭൗതികമായ ലോകത്തുള്ള ഏത് മുന്തിയ ഇനം ഭക്ഷണവും അല്പസമയത്തിന് ശേഷം അത് ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരുന്നതാണ്. താൽക്കാലികമായ ഒരു രുചി മാത്രം നൽകുന്നു. ഒരു മനുഷ്യന്റെ നാവിന്റെ മുകളിലുള്ള രസനാളികൾ അതിന്റെ അളവനുസരിച്ച് മാത്രം നൽകപ്പെടുന്ന സ്വാദ് നൽകപ്പെടുന്ന ഒന്നാണ് ഭൗതിക ലോകത്തുള്ള ഭക്ഷണം. ഈ ഭക്ഷണത്തിന് തന്നെ സ്വാദ് വേണമെങ്കിൽ മഹാനായ അശ്ശൈഖ് അബ്ദുറഹ്മാൻ താനൂരി റഹിമഹുല്ലാ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അവാരിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചു, ദുനിയാവിൽ സത്യത്തിൽ ഭക്ഷണത്തിന് രസമില്ല. എന്തുകൊണ്ട്? വേദനകളെ ഇല്ലായ്മ ചെയ്യലാണ് ഭക്ഷണത്തിന്റെ സ്വാദ്. ഒരാൾ വയറ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അയാൾക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണെങ്കിൽ പോലും കൊടുത്താൽ അദ്ദേഹത്തിന് വേണ്ടത്ര സ്വാദ് അറിയില്ല. എന്തുകൊണ്ടാണ്? വിശപ്പില്ല എന്നതാണ് കാരണം. അപ്പോൾ ദുനിയാവിലുള്ള ഭക്ഷണത്തിന്റെ സ്വാദ് സത്യത്തിൽ യഥാർത്ഥത്തിൽ അത് സ്വാദല്ല, അത് രസം അല്ല, അത് വേദന അകറ്റലാണ്. മഹാനുഭാവൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ ലൈംഗിക സുഖം സത്യത്തിൽ ദുനിയാവിൽ ഇല്ല എന്നാണ് മഹാനുഭാവൻ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ എത്രയോ നല്ല തരുണീമണികളായ പെൺകുട്ടികളെ നമ്മുടെ എട്ടും പൊട്ടും തിരിയാത്ത 5-6 വയസ്സുകാരനായ ചെറിയ മക്കളുടെ മുന്നിൽ കൊണ്ടുപോയി വച്ചാൽ അവർക്ക് ആകർഷണം വരുന്നില്ല. എന്താണ് കാരണം? വികാരമെന്ന് പറയുന്ന വേദനയില്ല. ലൈംഗിക സുഖം സത്യത്തിൽ വികാരമെന്ന വേദന അകറ്റലാണ്. ഈ വേദന അകറ്റുക എന്ന പ്രതിഭാസമല്ലാതെ യഥാർത്ഥത്തിൽ ലൈംഗിക സുഖമില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നത്. എന്നാൽ വിശപ്പില്ല, പക്ഷേ ഭക്ഷണത്തിന് സ്വാദുണ്ട്. വികാരമില്ല, പക്ഷേ ലൈംഗിക സന്തോഷമുണ്ട്. അതാണല്ലോ യഥാർത്ഥ സുഖം. ആ സുഖം എവിടെയാണ്? അത് സ്വർഗലോകമാണ്. ആ സ്വർഗലോകത്തേക്കുള്ള ഭക്ഷണമാണ് യഥാർത്ഥ ഭക്ഷണം. അതാണ് സ്വാദിഷ്ടമായ ഭക്ഷണം. ആ ഭക്ഷണമാണ് VIP ഭക്ഷണം. അതുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വാ. നിങ്ങൾ ഭക്ഷണമൊക്കെ ശേഖരിച്ചോളൂ, പക്ഷേ മുന്തിയ ഭക്ഷണം ബിരിയാണിയാണോ, കുഴിമന്തിയാണോ, കുഴിക്കാത്ത മന്തിയാണോ, ഏത് തരമാണ്? അല്ലാഹു തആല പറയുന്നു, ഫഇന്ന ഖൈറ സാദി തഖ്വാ. VIP ഭക്ഷണം എന്ന് പറയുന്നത് തഖ്വയാണ്. ആ തഖ്വ എന്ന് പറയുന്ന ആ ഭക്ഷണമാകുന്നത് എങ്ങനെയാണെന്നറിയോ? അത് മനുഷ്യന്റെ ആത്മീയമായ സെറ്റപ്പിനും ഊർജത്തിനും കാരണമായതുകൊണ്ട് ആത്മാവിന്റെ ലോകമാകുന്ന സ്വർഗലോകത്തുള്ള ഭക്ഷണം അവന് ലഭ്യമാകുന്നു. അതാണ്. അപ്പൊ ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? സ്വർഗലോകത്തുള്ള ഭക്ഷണത്തിന് കാരണമായ അതിന്റെ സർട്ടിഫിക്കറ്റാകുന്ന തഖ്വ തിരഞ്ഞെടുക്കോ. അതാണ് വിശുദ്ധ റമളാനിനെ അല്ലാഹു തആല സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്. തഖ്വ ശേഖരിക്കാൻ പാകമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ദുനിയാവിൽ നമുക്ക് എന്താണുള്ളത്? കുളത്തിലെ തവളകളെ പോലെ നാമൊക്കെ വിവരം കെട്ടവരായിപ്പോയി. ഞാനും നമ്മളുമൊക്കെ ഈ ദുനിയാവിന്റെ അലച്ചകളുടെ പിന്നിൽ ഓടി നടന്നിട്ട് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ പോയതാണ് നമ്മുടെയൊക്കെ സങ്കടം. എത്ര പേരാണ് സുബ്ഹാനല്ലാഹ് സായാഹ്ന സമയങ്ങളിലും മറ്റുമെല്ലാം തെരുവീതികളിലും മറ്റുമെല്ലാം ഇരുന്ന് ഏതെങ്കിലും കോളേജ് കുമാരികൾ പോകുന്നതും നോക്കി നിന്ന് ഉളുപ്പില്ലാത്ത പല പ്രവർത്തനങ്ങളും കമാൻഡ് അടിക്കലും
കത്ത് കൈമാറലും. സുബ്ഹാനല്ലാഹ്, ഇന്നിപ്പോ കത്ത് കൈമാറലൊന്നും പറയാൻ പറ്റൂല അല്ലേ? ആധുനിക ടെക്നോളജി യുഗമാണ്, മൊബൈൽ ഫോണിന്റെ തരംഗമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേരിൽ എല്ലാം മറന്നുകൊണ്ട് ആത്മഹത്യകൾക്ക് വരെ തയ്യാറാകുന്ന കാലഘട്ടമാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയാകുന്ന ടിക്കറ്റുമായി ചെല്ലുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് തയ്യാർ ചെയ്തു വച്ചിരിക്കുന്ന സ്വർഗീയമായ വനിതകളുടെ രഹസ്യമറിയുമോ? മഹാനായ ശൈഖ് മക്കീനുദ്ദീൻ അൽ അസ്മർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ടവർ പറയാണ്, റഅയ്തു ഫിൽ മനാമി ഹൂരിയാ, ഞാൻ സ്വപ്നത്തിൽ ഒരു സ്വർഗ വനിതയെ കണ്ടു, ഒരു ഹൂറുൽ ഐനെ കണ്ടു. സ്വർഗത്തിൽ സ്വപ്നം കാണുകയാണ്. സ്വർഗത്തിലെ ഒരു വനിതയെ ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോഴൊക്കെ നാം ഇപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. പിന്നെ യാഥാർത്ഥ്യമുണ്ടാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നമുക്കൊക്കെ ഉണ്ടാവും ചിലപ്പോ, സ്വപ്നത്തിൽ പലതും കാണും. എന്നാൽ അത് യാഥാർത്ഥ്യമായി പുലർന്നാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? സ്വപ്നത്തിൽ കാണുമ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. എത്ര ആളുകളോട് നമ്മൾ പറയും അല്ലേ, നമുക്ക് സന്തോഷത്തിന് കാരണമായ വിഷയം. ഒരു സ്വപ്നം കണ്ടാൽ തന്നെ നമ്മൾ ഒരുപാട് ആളുകളോട് പറയും. അപ്പൊ യാഥാർത്ഥ്യമായി കിട്ടിയാലോ അതിന്റെ കഥ പറയുകയും വേണ്ട. മഹാനായ ശൈഖ് മക്കീനുദ്ദീൻ അൽ അസ്മർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സ്വപ്നം കണ്ടു, ഒരു സ്വർഗവനിതയെ സ്വപ്നം കാണുകയാണ്. വഹിയ തഖൂൽ, ആ സ്വർഗവനിത എന്നോട് പറയുകയാണ്, അന ലക വ അൻത ലീ, ഞാൻ നിന്റേതും നീ എന്റേതുമാണ്. മക്കീനുദ്ദീൻ അൽ അസ്മർ റളിയല്ലാഹു അൻഹുവിനോട് സ്വർഗവനിത പറയുന്നു, ഞാൻ നിന്റേതും നീ എന്റേതുമാണ്. സുബ്ഹാനല്ലാഹ്, സംഭവം കഴിഞ്ഞു, സ്വപ്നം കഴിഞ്ഞു. ഒരു ചെറിയ പ്രദർശനം മാത്രമാണ്, അതും സ്വപ്നത്തിലൂടെയുള്ളതാണ്, യാഥാർത്ഥ്യമല്ല. പക്ഷേ ആ ഒരു സ്വപ്നത്തിന്റെ പേരിൽ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫബഖീതു നഹവ ശഹ്റൈൻ ഔ തലാസത അശ്ഹുരിൻ ലാ അസ്തതിഉ അൻ അസ്മഅ ലി മഖ്ലൂഖിൻ കലാമാ ഇല്ലാ തഖയ്യതു. പിന്നീട് 2-3 മാസക്കാലം ലാ അസ്തതിഉ അൻ അസ്മഅ ലി മഖ്ലൂഖിൻ കലാമാ, ഒരു സൃഷ്ടികളുടെയും സംസാരം കേൾക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇല്ലാ തഖയ്യതു, ഞാൻ ഛർദ്ദിച്ചു പോകുന്നു. ആരെ സംസാരം കേട്ടാലും പിന്നെ ഞാൻ ഛർദ്ദിച്ചു പോകുന്നു. എന്താ കാരണം? ലി അജലി തീബി കലാമിഹ, അവളുമായി ശാരീരികമായി ഒന്നും തൊടുക പോലൊന്നും ചെയ്തിട്ടില്ല. ആ സ്വർഗത്തിലെ വനിതയുടെ സംസാരം ഒന്ന് കേട്ടു, അതിന്റെ മാധുര്യത്തിന്റെ പേരിൽ, ആ സംസാരത്തിന്റെ മാധുര്യം. സംസാരം തന്നെ കൂടുതലുണ്ടോ? ഇല്ല. അന ലക വ അൻത ലീ, ഇത്രേ ഉള്ളൂ. ഞാൻ നിന്റേതും നീ എന്റേതുമാണ്. ഈ ഒരൊറ്റ പറച്ചില് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് അല്ലേ? കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹ് തന്നെ പറഞ്ഞാൽ പിന്നെ അതിന്റെ കഥ പറയേണ്ടതില്ലല്ലോ. ഈ ദുനിയാവിനെ വളരെ നിസ്സാരപ്പെടുത്തി സംസാരിച്ച അതേ അല്ലാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അല്ലേ? അവിടെ നല്ല നല്ല മൊഞ്ചുള്ള പെൺകുട്ടികൾ ഉണ്ടെന്ന് അല്ലാഹു പറഞ്ഞു. സൗന്ദര്യത്തിന്റെ കൊടുമുടിയായ പെൺകുട്ടികളുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു. അപ്പോൾ എന്ത് ലോകമാണ് സ്വർഗലോകം? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹു സ്വർഗീയമായ ഒരു വനിതയുടെ ഒരു ചെറിയ സംഭാഷണം, അതും സ്വപ്നത്തിൽ കേട്ടപ്പോഴേക്ക് 2-3 മാസക്കാലം അദ്ദേഹത്തിന് മറ്റ് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടിയുടെ സംസാരത്തിന്റെ മധുരമോർക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നു. ആരാണ് സഹോദരന്മാർ? ചില്ലറക്കാരനല്ല പറഞ്ഞത്, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താജുൽ അറൂസിൽ ഈ സംഭവം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സ്വർഗലോകം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ?
അല്ലാഹു തആല സുനിശ്ചിതമായൊരു കാര്യം പറഞ്ഞു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആ സ്വർഗലോകത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹു കേട്ട ആ പെൺകുട്ടികളെ പോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികൾ അവിടെ വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് യാഥാർത്ഥ്യമായി പുലരുന്ന ലോകമാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ആ ലോകത്തുള്ള എല്ലാ സുഖങ്ങളെയും മറപ്പിച്ചു കളയുന്ന സുഖമാണ്. ഹൂറുൽനീങ്ങളാകട്ടെ, സ്വർഗത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, സൗന്ദര്യമുള്ള ഏറ്റവും സുഗന്ധപൂരിതമായ ഏറ്റവും മാധുര്യമുള്ളതായ സ്വർഗത്തിലെ കള്ളുണ്ട്, സ്വർഗത്തിലെ പാലുണ്ട്, സ്വർഗത്തിലെ തേനുണ്ട്. തേന എന്ന് പറഞ്ഞാൽ ഒരു കുടത്തിലോ അല്ലെങ്കിൽ കുളത്തിലോ അല്ല, ഓരോ നിന്റെയും സമുദ്രം തന്നെ അല്ലാഹു ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്തരം എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന മനുഷ്യന് പക്ഷേ ഒരു സുഖമങ്ങ് കിട്ടിയാൽ എല്ലാ സുഖവും മറന്നുപോകും. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ആ സുഖം ഏതാണ്? അത് അല്ലാഹുവിനെ കാണുക എന്ന സുഖമാണ്. അല്ലേ? അല്ലാഹുവിന്റെ ലിഖാ എന്ന സുഖമാണ്. ആ സുഖം കിട്ടുന്ന ആളുകളെല്ലാം സ്വർഗത്തിന്റെ സുഖം അനുഭവിക്കുന്നവരാണ്. അതിന് അല്ലാഹു തആല ആ സുഖത്തിന് വേണ്ടി, ആ ഭാഗ്യത്തിന് വേണ്ടി അല്ലാഹു തആല വെച്ച ഒരു ഡിമാൻഡ് എന്താണ്? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സ്വാലിഹായ കർമ്മം അവൻ അനുഷ്ഠിച്ചുകൊള്ളണം. സ്വാലിഹായ കർമ്മം അനുഷ്ഠിച്ചുകൊള്ളണം. അപ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ട പണി എന്താണ്? സ്വാലിഹായ കർമ്മമാണ്. ഞാൻ എന്തിനാണ് ഈ ആയത്ത് ഇവിടെ ഓതിയതെന്നറിയോ? ചിലപ്പോ എന്നെയും നമ്മയും പോലുള്ള ആളുകൾ തഖ്വ എന്നൊക്കെ പറയുമ്പോ, സ്വാലിഹായ കർമ്മം എന്നൊക്കെ പറയുമ്പോ നമ്മളൊക്കെ വളരെ ഉഷാറാണ്, നമുക്കൊക്കെ ഏതായാലും സ്വർഗം സുരക്ഷിതമാണ് എന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ചെറിയ പരിശോധന നടത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സ്വാലിഹായ കർമ്മം ചെയ്യണം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീനിൽ അദ്ദേഹം പറയുന്നു, ഈ സ്വാലിഹായ കർമ്മം എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ ഇതിനാവശ്യമാണ്. സ്വാലിഹായ കർമ്മം കൊണ്ട് സ്വർഗം വാങ്ങാൻ ഒരു മനുഷ്യൻ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, കുറച്ച് ആസൂത്രണം ആവശ്യമാണ്. കാരണം ആദ്യമായി സ്വാലിഹായ കർമ്മത്തിന് തൗഫീഖ് കിട്ടണം, ചാൻസ് കിട്ടണം. അതെ, സ്വാലിഹായ കർമ്മത്തിന് ചാൻസ് കിട്ടണം. ഒന്ന്, ചാൻസ് കിട്ടിയാൽ മാത്രം പോരാ, ആ കർമ്മം നന്നായിരിക്കണം. വെറും ഒരു കർമ്മമായാൽ പോരാ, സ്വാലിഹാകണം. ശരിക്കും ശ്രദ്ധിക്കണം. ലോകത്തിന്റെ നാനാഭാഗത്തും എത്ര പേര് നോമ്പ് നോൽക്കുന്നുണ്ട്, എത്ര പേര് നിസ്കരിക്കുന്നുണ്ട്, എത്ര പേര് ദിക്ർ ചൊല്ലുന്നുണ്ട്. പോരാ, ഇന്നലെ ഞാൻ അതിന്റെ ശകലം പറഞ്ഞിട്ടുണ്ട്. കപട വിശ്വാസികൾക്കും കർമ്മങ്ങളുണ്ട്. കർമ്മം പോരാ, ആ കർമ്മം സ്വാലിഹായി കിട്ടണം. 2, അപ്പൊ അല്ലാഹു കർമ്മത്തിന് ചാൻസ് തരണം. കിട്ടിയ കർമ്മം അത് സ്വാലിഹാകണം. 3, സ്വാലിഹായാലും ആ കർമ്മം സമ്പൂർണമായും അല്ലാഹു സ്വീകരിച്ചു കിട്ടണം, കബൂൽ ചെയ്യണം. 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഈ 3നും തഖ്വ അനിവാര്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്ന വാക്യതാ, ഫുമ്മല്ലദീ യഖ്തസ്സു ബിഹാദാ ശൈഇ മിൻ അംരിൽ ഇബാദത്തി സലാസത്തു ഉസൂലിൻ
തഖ്വ എന്ന് പറയുന്ന വിഷയത്തിൽ 3 അടിസ്ഥാനങ്ങൾ ആരാധനപരമായി 3 അടിസ്ഥാനങ്ങൾ കിട്ടാൻ തഖ്വ അനിവാര്യമാണ്. അഹദുഹ, ആ 3ൽ നിന്ന് 1 അത്തൗഫീഖു അവ്വലൻ, ആദ്യമായി അല്ലാഹു തആല കർമ്മം ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം, തൗഫീഖ് കൊടുക്കണം. വഹുവ, ആ തൗഫീഖ് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങളുടെ കുത്തകയാണ് കേട്ടോ. എല്ലാവർക്കും അല്ലാഹു ചാൻസ് കൊടുക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചോദ്യം കൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തഖ്വ എന്താണ് അത് നമുക്ക് പറയാം. അതിന്റെ മുമ്പ് വിശുദ്ധ റമളാന് തഖ്വ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല സെറ്റപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ ആ തഖ്വയുടെ അനിവാര്യത ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത്. ആ തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കർമ്മങ്ങൾക്ക് ചാൻസ് കിട്ടുകയുള്ളൂ. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിശ്ചയമായും അല്ലാഹു തആല തഖ്വയുള്ളവരോട് കൂടെയാണ്. അപ്പൊ അവർക്കാണ് കൊടുക്കുക. അല്ലാഹുവിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ ആ യോഗ്യതൊത്ത ആളുകൾക്ക് കൊടുക്കുള്ളൂ, എല്ലാവർക്കും കൊടുക്കൂല. ആ യോഗ്യത പൂർണ്ണമായ ആളുകൾക്ക് അല്ലാഹു തആല കർമ്മത്തിന് ചാൻസ് കൊടുക്കുള്ളൂ. 1. വത്താനി, രണ്ടാമത്തത് ഇസ്ലാഹുൽ അമലി, ആ കർമ്മം നന്നായി കിട്ടണം. എത്രയോ ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അവരുടെ കർമ്മത്തെയും അവരെയും പുച്ഛത്തോടുകൂടെ വലിച്ചെറിഞ്ഞ് നരകത്തിലേക്ക് തള്ളുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാലാ അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും. ലേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നബിയേ, കർമ്മനിരഷ്ട കർമ്മത്തിൽ വ്യാപൃതരായിട്ടും പരാജയപ്പെട്ടുപോയ കക്ഷികൾ, കർമ്മം ചെയ്തിട്ടും തോറ്റുപോയ കക്ഷികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് അവരോട് ചോദിക്കണം. അല്ലദീന യظنون അന്നഹും യുഹ്സിനൂന സുന്നാ അല്ലദീന വല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ. സുബ്ഹാനല്ലാഹ്, ആ അമല് ചെയ്തിട്ട് തോറ്റുപോയ ആളുകളുടെ ഒരു മുഖവുരയാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അവരുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്, നിഷ്ഫലമായി പോയിട്ടുണ്ട്, എല്ലാം വെള്ളത്തിലായി പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ ധാരണ എന്താണെന്നറിയോ? അന്നഹും യുഹ്സിനൂന സുന്നാ, അവര് നല്ല പ്രവർത്തകന്മാരാണെന്നാണ് ധാരണ. പക്ഷെ എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ കർമ്മം ചെയ്താൽ പോരാ, നന്നാകണം. സാധുവായ ഞാൻ 10-20 കൊല്ലത്തിലധികം കൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും ഉത്തമമായ പ്രവൃത്തി ചെയ്തവൻ, ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ആരുമില്ല. അപ്പോ അതുകൊണ്ടാണല്ലോ അമ്പിയാക്കളെ ഈ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തത്, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ. പക്ഷേ ഈ കർമ്മം നാളെ പരലോകത്തെത്തുന്ന സമയത്ത് തള്ളപ്പെട്ടു പോയാൽ എന്റെ ധാരണ എന്താണ്? ഞാനൊക്കെ അങ്ങോട്ട് ചെല്ലാൻ കാത്തിക്കാണ്, അല്ലാഹു തആല പിടിച്ചിട്ട് സ്വർഗത്ത് കണ്ട് കൊണ്ടുപോകുന്നു. നല്ല കൊണ്ടുപോകലാണ്. സുബ്ഹാനല്ലാഹ്, ഈ മേഖലയിൽ പ്രവർത്തിച്ച മുൻഗാമികളെ മുഴുവനും കരയുന്നവരായിരുന്നു, പൊട്ടിക്കരയുന്നവരായിരുന്നു. എന്നെപ്പോലെയോ നമ്മിൽ അധിക പേരെ പോലെയും അല്ല, പൊട്ടിക്കരയുന്നവരായിരുന്നു. സുബ്ഹാനല്ലാഹ്, നാളെ പരലോകത്ത് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുന്ന 3 വിഭാഗത്തിന്റെ ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തപ്പോൾ, സുബ്ഹാനല്ലാഹ്, മഹാരഥന്മാരായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഹദീസിന്റെ റാവിമാർ റിപ്പോർട്ടന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ശാരിഹ്യങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽപ്പെട്ട മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് കരയുമായിരുന്നു.
കാരണം എന്താ? നമ്മുടെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചു വെക്കുന്ന ആളുകളെയാണ് അതിന്റെ മുന്നിൽ തന്നെ കാണുന്നത്. മുന്നിൽ തന്നെ കാണാം. കാരണം ഒന്ന് പണ്ഡിതനാണ്, ഒന്ന് വലിയ ധർമ്മിഷ്ഠനാണ്, മറ്റൊന്ന് യുദ്ധത്തിലെ യോദ്ധാവാണ്. ഈ മൂന്ന് പേരെ നാളെ നരകത്തിലേക്ക് ഇടുന്നത് അവരുടെ നിയ്യത്ത് മോശമായതുകൊണ്ടാണ്. അപ്പൊ അമല് ചെയ്തുകൊണ്ട് കാര്യമില്ല, അമലിന്റെ നിയ്യത്ത് നന്നാകണം. അത് വലിയ അപകടം പിടിച്ച സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. അതിനും ചാൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ബഹുമാനപ്പെട്ട വസാനി ഇമാം പറയുന്നു, അമല് നന്നാകണം. ഇസ്ലാഹുൽ അമലി, രണ്ടാമത്തെ കാര്യം കർമ്മം നന്നാകലാണ്. വഹുവലിൽ മുത്തഖീൻ, അതും തഖ്വയുള്ള ആളുകളുടെ കുത്തകയാണ്. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചോളണേ, നല്ലത് മാത്രം പറയണേ. അങ്ങനെ നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറയുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മാത്രം നയിക്കുകയും ചെയ്താൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കി തരും. കർമ്മങ്ങൾ നന്നാക്കി തരും. അപ്പൊ കർമ്മം നന്നാകാൻ തഖ്വ വേണം. കർമ്മത്തിന് ചാൻസ് കിട്ടാൻ തഖ്വ വേണം. ആ കർമ്മം നന്നാകാനോ അതും തഖ്വ വേണം. നമ്മളൊക്കെ വിചാരിക്കുന്ന ഞാനൊക്കെ വലിയ തഖ്വക്ക് കർമ്മത്തിന് ചാൻസ് കിട്ടിയ ആളാണെന്നാ. ദർസ് നടത്താൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്, വയല് പറയാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്, തറാവീഹ് നിസ്കരിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പോരാ. ആ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ സ്വാലിഹ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. വെറും അമലൻ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. فمن يرجو لقاء ربه فليعمل عملا صالحا. സുബ്ഹാനല്ലാഹ്. റബ്ബിന്റെ ലിഖായ് കൊതിക്കുന്ന കക്ഷികള് അമല് ചെയ്തോട്ടെ എന്നല്ല പറഞ്ഞത്, അമലൻ സ്വാലിഹാ, സ്വാലിഹായ കർമ്മം ചെയ്തുകൊള്ളട്ടെ എന്നാണ്. അതുകൊണ്ട് കർമ്മം സ്വാലിഹാകണം, അതിനും തഖ്വ അനിവാര്യമാണ്. 2 ഓരോന്നെണ്ണുമ്പോ അല്ലേ നമ്മുടെയൊക്കെ കാര്യം വളരെ ഡേഞ്ചർ അല്ലേ? അല്ലേ? ഈ ഡേഞ്ചർ അല്ലെന്ന് ചിന്തിക്കാൻ ഈ റമളാൻ മാസത്തിൽ ചാൻസ് കിട്ടിയാലോ, ഒരു വീണ്ടും വിചാരത്തിന് ചാൻസ് കിട്ടിയാലോ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കാരണം നമ്മളുടെ കയ്യിലൊന്നല്ല, എല്ലാ താക്കോലും അല്ലാഹുവിന്റെ കയ്യിലാണ്. പിന്നെ നമ്മളെന്താ പേടിക്കേണ്ട ആവശ്യം? ആ താക്കോല് കൈവശം വെച്ച ആളാണെങ്കിലോ ജവാദാണ്, കരീമാണ്, റഹ്മാനാണ്, റഹീമാണ്, വാരിക്കോരി കൊടുക്കുന്ന ആളാണ് അല്ലേ? അതായത് അതൊക്കെ വിളിച്ചു പറയാൻ, പരസ്യപ്പെടുത്താൻ പറഞ്ഞത് ആ അള്ളാഹു തന്നെ. ഞാനൊരു സ്ഥലത്ത് ഈ നോമ്പ് തുറന്റെ ചർച്ചയിൽ പങ്കെടുത്തു. അപ്പൊ നോമ്പ് തുറ എങ്ങനെ, നോമ്പ് തുറ ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള നോമ്പ് തുറ. ആഹാ, അൽഹംദുലില്ലാ, വളരെ നല്ല പരിപാടിയാണല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മള് അവിടെ ചെറിയ ഫ്ലെക്സ് എഴുതി വെക്കാം, എല്ലാ ദിവസവും നോമ്പുതുറ ഭക്ഷണ സഹിതം നോമ്പുതുറ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് എഴുതിയേക്കുന്നത്. അതായത് യാത്രക്കാരുണ്ടെങ്കിൽ, കാരണം ആ പള്ളിന്റെ പിറകിൽ വെച്ചിട്ടാണ്, ബാക്കിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ആളുകൾക്ക് കാണാനും അറിയാനും വരാനും ഒക്കെ സൗകര്യമാവുമല്ലോ. യാത്രക്കാരായ ആളുകൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓൽക്കെന്താകാം, നോമ്പ് തുറക്ക് ക്ഷീണം വരൂല, ഇവിടുന്ന് നോമ്പ് തുറക്കാൻ സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഓൽക്ക് സന്തോഷം ഉണ്ടാവും, അവർക്ക് സൗകര്യമാവും എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ സദസ്സിലിരുന്ന ചില ആൾക്കാർ പറഞ്ഞു, അയ്യേ ഉസ്താദ്, അത് പറ്റൂല, കാരണം അത് പിടുത്തം വിട്ടുപോകുന്ന. അങ്ങനെ പരസ്യം കേട്ടാ പിന്നെ യാത്രികര് മാത്രല്ല, ഇവിടുന്നൊക്കെ കേട്ടറിഞ്ഞാണ്ട് ഇവിടെ ഭക്ഷണം വിചാരിച്ചിട്ട് ആള് വരുന്ന നമുക്ക് പേടിയാ. അതായത് ഇങ്ങനെ ഭക്ഷണ വിതരണം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് പേടിയാ അല്ലേ? ചില ധർമ്മിഷ്ഠന്മാരുണ്ട്, പറച്ചോനെ, അവര് ധർമ്മിഷ്ഠന്മാർക്കൊക്കെ അല്ലാഹു നല്ല കൂലി കൊടുക്കട്ടെ. പക്ഷെ ചെറിയ ചില ന്യൂനപക്ഷ ആളുകൾ എന്തുണ്ട്, ആ സമയത്ത് മെല്ലെ ഉംറക്ക് പോയിക്കോളും. കാരണം സുബ്ഹാനല്ലാഹ്, റമളാൻ മാസം ഗേറ്റിങ്ങിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് പേടിച്ചിട്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, പോകുന്ന ആളുകളും ശ്രദ്ധിക്കണം. ഒരു മനുഷ്യന്റെ കയ്യിൽ അല്ലാഹു തആല കുറച്ചെന്തെങ്കിലും കൊടുത്തു വിചാരിച്ചാണ്ട് അയാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല.
അയാൾക്ക് നിയ്യത്ത് വെച്ച് കൊടുക്കാനുള്ള ചാൻസ് കൊടുക്കണം. അഭിപ്രായക്കാരനെ ഞാൻ. അല്ലാഹു തആല എല്ലാവരെയും നന്നാക്കട്ടെ. ചോദിക്കോലും നന്നാക്കട്ടെ, കൊടുക്കണേലും നന്നാക്കട്ടെ, നമ്മളെയും നന്നാക്കട്ടെ, എല്ലാവരും നന്നാക്കട്ടെ. എല്ലാവരും അല്ലാഹു തആല സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ. എല്ലാവരും സ്വർഗത്തേക്ക് പോകാൻ വേണ്ടി ദ്വാരന്ന് വിചാരിച്ചാണ്ട് നരകം കാലിയാവുന്ന പേടിക്കണ്ട നിങ്ങള്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ കടന്നാൽ യൗജൂജ് മൗജൂജ് ഉള്ളിടത്തോളം കാലം നരകം തന്നെ ഭൂരിപക്ഷം ഉണ്ടാകാം. യൗജൂജ് മൗജൂജ് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമാണ്. അവരേതായാലും നരകത്തിലാണ്. ആ കൂട്ടത്തിൽ അവര് ഭൂരിപക്ഷമായിട്ട് പോകുന്നുണ്ട്. അത് അല്ലാഹു തആല എല്ലാവരും കൂടി കടത്തൂല. നരകത്തേക്ക് കുറെ ആള് വേണ്ട. അങ്ങനെ ആരും പേടിക്കണ്ട. ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഈ ഇഷ്കാലുണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. അത് റസൂലുള്ള മറുപടി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: യൗജൂജ് മൗജൂജ് ഉണ്ട്. ആ യൗജൂജ് മൗജൂജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ ഭൂരിപക്ഷം അവരാണ്. അവരൊക്കെ നരകത്തിലാണ് താനും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാട്ടെ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തത് സ്വാലിഹായ കർമ്മമായാൽ പോരാ, ആ കർമ്മം അല്ലാഹു സ്വീകരിക്കണം. ഖബൂലുൽ അമലി, മൂന്നാമത്തത് അമലിന്റെ സ്വീകാര്യതയാണ്. വഹുവലിൽ മുത്തഖീൻ, അതും മുത്തഖീങ്ങളുടെ കുത്തകയാണ്. അമല് സ്വീകരിച്ചാലല്ലേ കാര്യമുള്ളൂ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലേ, നമ്മൾ കറന്റിന്റെ ബില്ലടക്കാൻ വേണ്ടി പോയാല് ആ ബില്ല് അവിടെ സ്വീകരിച്ചിരിക്കുന്നു, കാശ് സ്വീകരിച്ചിരിക്കുന്നു എന്നതിന് അവർ റസീത് തരും. അല്ലേ, ഒരു റെസീപ്റ്റ് തരും. ഏതൊരു ഉപഭോക്താവും എന്തെല്ലാം വിഷയങ്ങൾക്ക് സമർപ്പണം നടത്തിയാലും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് റെസീപ്റ്റ് തരും. നമ്മൾ എത്ര കാലമായി നിസ്കരിക്കുന്നു, എത്ര കാലമായി നോമ്പ് നോൽക്കുന്നു, എത്ര കാലമായി നമ്മൾ ദിക്റ് ചൊല്ലുന്നു, സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു റെസീപ്റ്റ് പോലും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം വല്ലാത്ത ബേജാറാണ്. ഇതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ പുന്നാരമകൻ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും കൂടെ പരിശുദ്ധമായ കഅബാലയം നിർമ്മിച്ചു. പ്ലാന് പാസാക്കിയത് ആരാണ്? പ്ലാൻ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? മെറ്റീരിയൽസിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ആരാണ്? സുബ്ഹാനല്ലാഹ്. എല്ലാ പ്ലാനുകളും പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. എല്ലാം പാസാക്കി കൊടുത്തത് അല്ലാഹുവാണ്. ആ കഅബാലയത്തിൽ വെക്കേണ്ട കല്ല് ഏത് പർവ്വതത്തിൽ നിന്നാണ് എടുക്കേണ്ടത് എന്ന് പോലും പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. അങ്ങനെ എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർവഹിച്ചവരാരാണ്? രണ്ട് പ്രവാചകന്മാരാണ്. അതും അല്ലാഹുവിന്റെ ഖലീൽ എന്ന ടൈറ്റിൽ കിട്ടിയ നേതാവാണ്, മെയിൻ പണിക്കാരൻ. എന്നിട്ടും സുബ്ഹാനല്ലാഹ്, കഅബാലയത്തിന്റെ നിർമ്മിതിക്ക് ശേഷം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അല്ലാഹുവിനോട് പറഞ്ഞതെന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. എന്റെ ശബ്ദം കേൾക്കുന്ന പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റ്, അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നനച്ചിട്ട് വൈകുന്നേരം കൊടട്ട് ഉടച്ചി എന്ന് പറയലുണ്ട് നമ്മുടെ നാട്ടിൽ ഉമ്മമാരൊക്കെ ഒരു പഴഞ്ചൊല്ല്. ഈ പഴഞ്ചൊല്ലിനെ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലല്ലേ നമ്മുടെ നോമ്പ് തുറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോമ്പ് തുറ എന്ന് പറയുന്ന ആ മഹാ ഏർപ്പാട് അത് വലിയ പുണ്യകരമായ ഒരു ഇബാദത്താണ്. പക്ഷേ ഇന്നതൊരു ആഭാസമായി മാറിക്കളയുകയാണ്. അത് എന്തോ ഒരു ആചാരവും ആഭാസവുമായി മാറുകയാണ്. ചില നേർച്ചകളൊക്കെ ആയതുപോലെ. നേർച്ച എന്ന് പറഞ്ഞാൽ, ഉറൂസ് എന്ന് പറഞ്ഞാൽ വലിയ ഏറ്റവും നല്ല ഒരു കാര്യമാണ്, മഹാന്മാരെ ആദരിക്കുന്നൊരു ചടങ്ങാണ്. പക്ഷേ ഇപ്പണ്ട് ചില സ്ഥലത്ത് ചില നേർച്ചകൾ, പട്ടാമ്പി നേർച്ച തുടങ്ങിയ നേർച്ചകളുണ്ട്. അല്ലാഹു തആല അത്തരം വിപത്തുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാട്ടെ. പണ്ട് കുണ്ടോട്ടി നേർച്ച ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല, ഉണ്ട് തോന്നുന്നു കാലം. ഇതേപോലെ പല നേർച്ചകളുമുണ്ട്. ഇതേപോലെ നോമ്പ് തുറ ഇബാദത്താണ്. പക്ഷേ അത് ആഭാസമാക്കി കളയുന്നു.
എന്റെ മുഅ്മിനീങ്ങളെ, ഒരു കാര്യം നമ്മൾ പറയണം, മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ പിശാച് അല്ലാഹു തആലയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞാൻ ഭൂമിയിലേക്ക് തറപറ്റാനുള്ള കാരണം ഈ മനുഷ്യനേതാവാകുന്ന ആദമാണ്. അതുകൊണ്ട് ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. ആ മനുഷ്യനെ തറപറ്റിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കും. എവിടെയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുക? കള്ള് ഷാപ്പിന്റെ മുന്നിൽ ഇരിക്കുമെന്നല്ല പിശാച് പറഞ്ഞത്. പിന്നെയോ സിറാത്തൽ മുസ്തഖീം, നിന്റെ നേരായ റൂട്ടുകൾ ഏതെല്ലാം ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഞാൻ ഇരിക്കും. നോമ്പ് തുറ നേരായ ഒരു ഇബാദത്താണ്. അവിടെ പോയി കുത്തിരുന്ന് മൂപ്പര്, എന്നിട്ട് എല്ലാരും പിടിച്ച് വലിച്ച് കണ്ടതെല്ലാം അതിൽ കൊണ്ടിടാൻ പറഞ്ഞു. എന്തെല്ലാം വിഭവം, നേരം വെളുക്കുന്ന മുതൽ വൈകുന്നേരം വരെ പെണ്ണുങ്ങൾക്ക് പണി തന്നെ. ഇതുണ്ടാക്കലും പിടിക്കലും അങ്ങോട്ട് ഇങ്ങോട്ട് ജഗ്ഗ പോകാം. ആ ഇസ്ലാമിന്റെ ആത്മീയമായ നോമ്പിന്റെ വ്രതത്തിന്റെ ആത്മീയമായ പരിവേഷം തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് സ്വാദുകളും താല്പര്യങ്ങളും മനവികാരങ്ങളുടെ വേലിയേറ്റങ്ങൾക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുത്തിട്ട് പല ആഗ്രഹങ്ങളും ആത്മാവിന്റെ താല്പര്യങ്ങളൊന്നുമല്ല, പിന്നെയോ ശാരീരികമായ താല്പര്യങ്ങൾക്ക് ഒരുപാട് ചാൻസ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇനി ഒന്നുമില്ല ഇതിൽ ബാക്കി. ഇത് പിടുത്തം വിട്ടു പോകാതെക്കാൻ വേണ്ടി പിശാച് ഒന്ന് ചെറുതായിട്ട് വെച്ചുകൊടുത്ത്, ഇതൊക്കെ മനുഷ്യന് സാഹോദര്യം നിലനിർത്താനാണ് ഒരു പറച്ചിലാണ് വെച്ചുകൊടുത്ത്. അപ്പൊ എല്ലാവരും ശരി ഞാൻ പറയും പോലെ ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ സാഹോദര്യം നിലനിൽക്കുള്ളൂ. നോമ്പ് തുറ എത്രയും ഗംഗമമായി നടത്തുന്നതിന്റെ ഇസ്ലാമികമായ ഒരു മാനം വെച്ചു കൊടുക്കുകയാണ് സാഹോദര്യം നിലനിർത്താന്. സാഹോദര്യം നിലനിർത്താൻ ഇങ്ങനെ കുറെ വികാര വേലിയേറ്റങ്ങൾക്ക് ചാൻസ് കൊടുത്തോളും എവിടെ പറഞ്ഞത്? പണ്ട് കാലത്ത് നോമ്പ് തുറക്കുണ്ടായിരുന്നു, അന്നും സാഹോദര്യം ഉണ്ടായിരുന്നു. ഈ ഭക്ഷണ വൈവിധ്യങ്ങളെ കൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു സാഹോദര്യം ഉണ്ടാക്കേണ്ട ആവശ്യം? ഇസ്ലാം പൊരുത്തപ്പെടുന്ന ശൈലിയിലുള്ള സാഹോദര്യം മാത്രം മതി നമുക്ക്. അതിലപ്പുറം ഒരു സാഹോദര്യം നമുക്ക് വേണ്ട. ഇസ്ലാം ഏത് കാഴ്ചപ്പാടാണോ തരുന്നത്? അല്ലേ? ചില കുടുംബാംഗങ്ങളോടെ പോയാൽ നമ്മുടെ അമ്മാവന്റെ ഭാര്യയെ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ഏളാപ്പന്റെ ഭാര്യയെ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അവിടെ പോയാൽ നിങ്ങളെങ്ങനെ എളാമന്റെ മുഖത്ത് നോക്കാതെ നിന്നാല്, അമ്മോന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാതെ നിന്നാല്, എളാപ്പന്റെ അമ്മായിയുടെ മകളുടെ മുഖത്തേക്ക് നോക്കാതെ നിന്നാല് കുടുംബ ബന്ധം സുദൃഢമാവുകയില്ല ഉസ്താരെ. അത് സാഹോദര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് മുഖത്തേക്ക് നോക്കണം. അള്ളാഹു റസൂലുക്കും തിരിയാത്ത ഒരു സാഹോദര്യം അനക്ക് തിരിഞ്ഞത്. അള്ളാഹു റസൂലിനക്കും തിരിയാത്തൊരു സാഹോദര്യം നിനക്ക് തിരിഞ്ഞു അല്ലേ? നമുക്ക് ഇവിടെ ഏത് വിഷയത്തിനും വിശുദ്ധ ഇസ്ലാമാണ് മാനം. ഇസ്ലാമിന്റെ നിയമസംഹിതകൾക്ക് ഒത്തുകൊണ്ട് അതിനെ പ്രായോഗികമായ ശൈലിയിൽ അതിനെ നിലനിർത്തിക്കൊണ്ടുപോവുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഞാൻ പറയുന്നു, അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. എത്ര മനോഹരമായ സമയമാണ്, എത്ര മനോഹരമായ സമയമാണ്. ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രിഹി ലദഅവതൻ ലാ തുറദ്ദു. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ, നോമ്പ് തുറ സമയത്ത് നോമ്പുകാരന് ഏറ്റവും നല്ല മനോഹരമായ ഒരു ചാൻസ് ഉണ്ട്, ഒരു ഗുഡ് ചാൻസ്, നല്ല ഒരു അവസരം, അഥവാ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ആ പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഘട്ടത്തിലാണ് അങ്ങുമിങ്ങും ഭക്ഷണങ്ങൾക്ക് വേണ്ടി പിടിവലി കൂടുകയും ഭക്ഷണത്തിന്റെ തീന്മേശയിലുള്ള ബഹളവും ഒച്ചപ്പാടുകളും. മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിച്ചതെന്താണ്? ആശയുടെയും ആശങ്കയുടെയും നടുവിൽ നിൽക്കുന്ന മനസ്സുമായി കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോറ്റത് ശരിയാണ്, പക്ഷേ ഈ നോമ്പ് പല കുറവുകളാൽ ഈ നോമ്പ് തള്ളിപ്പോകുമോ? അതല്ല അല്ലാഹു തആലയുടെ കാരുണ്യം വിശാലമായതുകൊണ്ട് സ്വീകരിച്ചു കിട്ടുമോ? ഇങ്ങനെ ആശയുടെയും പ്രതീക്ഷയുടെയും അതേ അളവിൽ തന്നെ ബേജാറിന്റെയും ആശങ്കയുടെയും നടുവിലുള്ള മനസ്സാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് മുസൽമാന്റെ മനസ്സ് വേണ്ടത്. അപ്പോൾ പൊട്ടിച്ചിരിക്കേണ്ട സമയമല്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയല്ല, അള്ളാഹിനോട് പറയുകയാണ്, പടച്ചോനെ
എല്ലാം നിന്റേതാണ്, നീ തന്നതാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സ്വീകാര്യതയില്ല എങ്കിൽ സഹോദരന്മാരെ, നാളെ പരലോകത്ത് വെച്ച് നമുക്ക് ഒന്നും ലഭ്യമല്ലല്ലോ. നാം നിസ്കാരം സ്വീകരിക്കപ്പെടാതെ പോയാൽ, നോമ്പ് സ്വീകരിക്കപ്പെടാതെ പോയാൽ, ദിക്ർ സ്വീകരിക്കപ്പെടാതെ പോയാൽ, എല്ലാം തള്ളപ്പെട്ടു പോയാൽ നമുക്ക് നാളെ പരലോകത്ത് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വഹും യളന്നൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവര് നല്ലതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നു എന്ന സമാധാനത്തിലാണ്. പക്ഷേ അല്ലദീന വല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിൽ അവർ ചെയ്തതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അമൽ കബൂൽ ചെയ്യണം. ആ കബൂൽ ചെയ്യാൻ എന്താണ് വേണ്ടത്? തഖ്വയാണ് വേണ്ടത്, തഖ്വയാണ് വേണ്ടത്. സഹോദരന്മാരെ, അതുകൊണ്ടല്ലേ മഹാനായ ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളിലും ഔലിയാക്കളിലും പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന മഹാനാണ്. പക്ഷേ മഹാനുഭാവന്റെ സ്വഭാവം തന്നെ മഹാന്മാര് കിതാബുകളിൽ കൊടുത്തതായി കാണാൻ കഴിയും. മഹാനായ ഇമാം സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുർശിദുത്തുല്ലാഹിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം മൊസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും 1000 റക്അത്ത് അദ്ദേഹം രാത്രിയിൽ നിസ്കരിക്കുമായിരുന്നു. കാന യുസല്ലി ലികുല്ലി ലൈലത്തിൻ അൽഫ റക്അ, എല്ലാ രാത്രിയിലും 1000കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കും. ഒരു 20 റക്അത്തും പിന്നെ +3 അല്ലേ, അങ്ങനെ 23 നിസ്കരിക്കുമ്പോഴേക്ക് അല്ലാഹ് ഊരവേദനയായിട്ട്, സുബ്ഹാനല്ലാഹ് ബിസിയായിട്ട്, സുബ്ഹാനല്ലാഹ് ക്ഷീണം വന്നിട്ട്, അല്ലാഹ് 3 ദിവസമായാലും നിസ്കരിക്കാൻ കഴിയില്ലാന്ന് തീരുമാനിച്ചിട്ട് എല്ലാം തറാവീഹിനോടും വിത്റിനോടും അലർജി തോന്നിപ്പോകുന്ന മനസ്സാണ് എന്റെയും നമ്മുടെയും മനസ്സ് അല്ലേ. എല്ലാ രാത്രിയിലും 1000കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാണ് മഹാനായ ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും അദ്ദേഹം വിരിപ്പ് കിടക്കാനുള്ള വിരിപ്പിന്റെ അരികിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ മഅവാ കുല്ലി ശർറിൻ, യാ മഅവാ കുല്ലി ശർറിൻ വല്ലാഹി മാ റളീതുക ലില്ലാഹി തർഫത ഐൻ. ഓ വിരിപ്പേ, ഞാൻ നിന്നെ 1% പോലും പൊരുത്തപ്പെടില്ല. നീ എല്ലാ തിന്മകൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്ന സാധനമാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ അല്പം പോലും തൃപ്തിപ്പെടുകയില്ല എന്ന് ആ വിരിപ്പിനോട് പോലും വളരെ പുച്ഛത്തോടുകൂടെ സംസാരിക്കുന്ന നേതാവ്. ഫലമ്മാ ഹളറഹുൽ മൗത്ത് ബകാ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പറയുകയാണ്, മരണമാസന്നമായ സമയത്ത് ബഹുമാനപ്പെട്ടവർ കരയുകയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ എന്താവും, ഓ ഞാൻ എത്ര കാലൊക്കെ നിസ്കരിച്ചില്ലേ. ചില സാധുക്കളൊക്കെ തോന്നാറുണ്ട്, ഞാൻ കുറെ കാലം നിസ്കരിച്ചില്ലേ, തഹജ്ജുദ് തീരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ചെറിയ ഒരു വേദന വരുമ്പോഴേക്ക്, ഓ എന്നിട്ടും അള്ളാഹ് എന്നെ വേദനിപ്പിക്കുകയാണോ, എന്നിട്ടും അള്ളാഹ് എന്നെ രോഗിയാക്കുകയാണോ, എന്നെ അള്ളാഹു വിഷമിപ്പിക്കുകയാണോ. സുബ്ഹാനല്ലാഹ്. മഹാനായ ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു ദിനേന എല്ലാ രാത്രിയും 1000കണക്കിന് നിസ്കരിച്ചിട്ട് വിരിപ്പിലേക്ക് ചെന്നിട്ട് വിളിച്ചിട്ട് അവസാനം അത്രയും ദുനിയാവിനോട് വിരക്തി, അത്ര ആഗ്രഹത്തിന്റെ കൊതിമൂത്തുകൊണ്ട് അള്ളാഹുവിന്റെ കോടതി പേടിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ആ സമയം ചോദിച്ചു, അല്ല ഉസ്താദേ, തഖ്വയല്ലാത്ത ഭക്ഷണങ്ങൾക്കൊന്നും യാഥാർത്ഥ്യതയില്ല. അതുകൊണ്ട് ഫഖുദീ മിൻഹു ഔ ദഈ, അതിൽ നിന്ന് നീ വേണമെങ്കിൽ എടുത്തോ, ആ ഭക്ഷണം വേണമെങ്കിൽ കയ്യിൽ വെച്ചോ, അല്ലെങ്കിൽ ആ ഭക്ഷണം വേണ്ടെന്ന് വെച്ചോ, അത് നിനക്ക് തീരുമാനിക്കാം. കബറിന്റെ മുകളിൽ എഴുതി വെച്ചതാണ്. കബറിലേക്ക് പോകുന്ന മനുഷ്യൻ കബറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പോലെ പുറത്ത് എഴുതി വച്ചിരിക്കുകയാണ്,
ഇതെല്ലാം കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം പറയുകയാണ് ഫുമ്മത അമ്മൽ അസ്ലം വാഹിദ, എന്നിട്ട് മോനെ നീ ഒരു അടിസ്ഥാനം ചിന്തിക്കണം. വഹുവഹബ്, എന്താണ് ആ അടിസ്ഥാനം? അന്നക തഅബത ജമീഅ ഉംരിക ഫിൽ ഇബാദതി, നീ നിന്റെ ആയുഷ്കാലം മുഴുവനും ആരാധനകളിൽ കഠിനമായി അധ്വാനിച്ചു. വജാഹത്ത വഖാബത്ത, നീ പരമാവധി പരിശ്രമിച്ചു. 99 കൊല്ലക്കാലം നീ ജീവിച്ചിട്ടുണ്ട്. അത്രയും കൊല്ലം നീ ആരാധനയിൽ കഠിനാധ്വാനിയായിട്ടുണ്ട്. ഹത്താ ഹസ്വല ലക മാ തമന്നൈത, അങ്ങനെ നീ കൊതിച്ചതെല്ലാം നിനക്ക് കിട്ടി. ഒരുപാട് നിസ്കാരം നിനക്ക് കിട്ടി, എല്ലാ ദിക്റുകളും നിനക്ക് ചെല്ലാൻ ചാൻസ് കിട്ടി. 70,000 തെഹ്ലീൽ ചെല്ലിവച്ചിട്ടുണ്ട്. കബറിലേക്ക് പോകുമ്പോ 1,00,000 ഇഖ്ലാസ് ചെല്ലിവച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 19 ഖത്തം ഓതിയിട്ടുണ്ട്. 15 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 80 റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റിട്ടുണ്ട്. 80 കൊല്ലക്കാലം 80 റമളാന് നോമ്പ് നോറ്റിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 90 കൊല്ലക്കാലം നിസ്കരിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം പോലും തഹജ്ജുദ് മുറിഞ്ഞിട്ടില്ല. ഇങ്ങനെ നിന്റെ നീണ്ട ആയുഷ്കാലം മുഴുവനും ആരാധനയിൽ നീ മുഴുകിയിട്ടുണ്ട്. പക്ഷേ അലൈസ ശഅനു കുല്ലുഹു ഫിൽ ഖബൂൽ, ഈ ആരാധനകൾ മുഴുവനും ഇതിന്റെ എല്ലാം കാര്യത്തിന്റെ കിടപ്പ് ഫിൽ ഖബൂലി, അത് സ്വീകാര്യതയുടെ മേലിലല്ലേ മോനെ. അതെല്ലാം സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് എന്തുണ്ട് കാര്യം? അല്ലേ, എന്റെ 70,000 തഹ്ലീൽ സ്വീകരിച്ചില്ലെങ്കിൽ എന്തുണ്ട് കാര്യം? 1,00,000 ഇഖ്ലാസ് സ്വീകരിച്ചില്ലെങ്കിൽ എന്തുണ്ട് കാര്യം? നിന്റെ 50 കൊല്ലക്കാലത്തെ നോമ്പ് സ്വീകരിച്ചില്ലെങ്കിൽ എന്തുണ്ട് കാര്യം? വഖദ് അലിംത അന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു തആല കർശനമായി പറഞ്ഞ കാര്യം നിനക്ക് അറിയുകയുമില്ലേ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് അല്ലാഹു കർശനമായി പറഞ്ഞു പോവുകയും ചെയ്തിട്ടില്ലേ? ഫറജഅൽ അംറു കുല്ലുഹു ഇല തഖ്വ, അപ്പോൾ കാര്യങ്ങളുടെ എല്ലാം മടക്കം തഖ്വയിലേക്കായില്ലേ? അതുകൊണ്ട് എല്ലാ വിഷയത്തിന്റെയും കൂട്ടിക്കിടപ്പ് അത് തഖ്വയാണ്. എല്ലാറ്റിന്റെയും മർമ്മം അത് തഖ്വയാണ്. മനുഷ്യന്റെ അധ്വാനം ഫലം കാണണമെങ്കിൽ തഖ്വ വേണം. അപ്പൊ തഖ്വ തന്നെയല്ലേ പ്രധാന ഭക്ഷണം? ഫഇന്ന ഖൈറു സാദി തഖ്വ. അത് സംശയമുണ്ടോ? തസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ അല്ലേ? തഖ്വ. എല്ലാറ്റിനെയും കൂട്ടിക്കിടപ്പ് തഖ്വ ആയതുകൊണ്ടാണല്ലോ. നോക്ക് നിങ്ങള്, ലോകത്തിന്റെ നാനാഭാഗത്തും എവിടെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതേതാണ്? അത് തഖ്വയാകുന്ന സബ്ജക്റ്റ് അല്ലേ? ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏത് ഭാഗങ്ങളുണ്ടെങ്കിലും, ഒരു ഗ്രാമം മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ ഒരു സമ്മേളനം നടക്കണം, ജുമുഅ സമ്മേളനം. ആ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്? എല്ലാ ദിവസവുമുള്ള 4 റക്അത്ത് നിസ്കാരം വേണമെങ്കിൽ 2 റക്അത്തായി വെട്ടിച്ചുരുക്കാം. എന്നാലും സമ്മേളനത്തിൽ പ്രസംഗം ആവശ്യമാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഖുത്ബ ആവശ്യമാണ്. ഇനി പ്രസംഗം എന്ന് കേട്ടിട്ട് ഇത് ക്ലിപ്പാക്കിയിട്ട് ഏതെങ്കിലും സെൽഫികൾ ഇതിടണ്ട. ഖുത്ബ ആവശ്യമാണ്. ആ ഖുത്ബയുടെ മർമ്മം എന്താണ്? അതിന്റെ ആമുഖങ്ങളും അവസാനത്തിന്റെ ചില ആദാബുകളും അങ്ങ് ഒഴിവാക്കിയാൽ ഏത് പ്രസംഗം നടത്താണെങ്കിലും, മാതാപിതാക്കളോടുള്ള കടമ വിഷയമെങ്കിലും അല്ലേ, മാതാപിതാക്കളോടുള്ള കടമ എന്ന വിഷയമാണെങ്കിലും, സന്താന പരിപാലനം എന്നുള്ള വിഷയമാണെങ്കിലും, കുടുംബജീവിതം എന്നുള്ള വിഷയമാണെങ്കിലും, വിജ്ഞാനം എന്ന വിഷയമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും ആ പ്രസംഗത്തിന്റെ മുമ്പിൽ ഒരു ഹംദും സ്വലാത്തൊക്കെ ചെല്ലൽ സ്വാഭാവികല്ലേ? അല്ലേ? അവസാനത്തിലൊരു ദുആയും സാധാരണല്ലേ? വിഷയം അതാണോ? അല്ല. വിഷയ സന്താന പരിപാലനമാണെങ്കിൽ സന്താന പരിപാലനം അല്ലേ? അതുപോലെ മാതാപിതാക്കളുടെ കടമാണെങ്കിൽ അത്. ഇതേപോലെ ചില പ്രാഥമിക പരിസമാപ്തി മര്യാദകൾ ഖുത്ബക്കും ഉണ്ട്. തുടക്കത്തിൽ ഹംദ് സ്വലാത്ത് എന്നത്, സമാപനത്തിൽ ഒരു ദുആ എന്നുള്ളത്, ഇതൊക്കെ മര്യാദകളാണ്. ആ മര്യാദകൾ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പിന്നീട് ഖുത്ബയിൽ ഒളിഞ്ഞിരിപ്പുള്ള സബ്ജക്റ്റ് അഥവാ ആ ദിവസത്തിന്റെ ഖുത്ബയുടെ പ്രഭാഷണത്തിന്റെ പ്രധാന വിഷയം ഏതാണ്? അതേതാ?
ഈ പ്രാരംഭത്തിന്റെ മര്യാദകളും സമാപ്തിയുടെ മര്യാദകളും കൊണ്ട് കഴിച്ചാൽ പിന്നുണ്ടാകണ ഏതാ അൽ വസിയ്യത്തു ബിത്തഖ്വ, തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. എന്താ കാരണം? ആ തഖ്വയിന്മേലാണ് കുടികിടപ്പ്. ഫറജഅൽ അംറു കുല്ലുഹു ഇല തഖ്വ, കാര്യങ്ങളുടെ മുഴുവനും മടക്കം അത് തഖ്വയിലേക്കായിപ്പോയി. അതുകൊണ്ട് എല്ലാറ്റിന്റെയും മടക്കം തഖ്വ തന്നെ. ഞാൻ ഇത് കുറച്ച് ഊന്നൽ നൽകി പറയുമ്പോൾ എന്റെ മോമിനീങ്ങളും മോമിനാത്തുകളും വെറുപ്പ് തോന്നാൻ പാടില്ല. റമളാൻ മാസമായിട്ടും അമലുകളും കർമ്മങ്ങളും സ്വീകരിക്കുന്ന തരത്തിൽ നിർവഹിക്കാൻ നമുക്കൊക്കെയും അമാന്തമാണ്. അതിന് നമുക്കൊക്കെയും പ്രയാസമാണ്. കർമ്മങ്ങൾക്ക് ക്ഷീണമില്ല, ക്ഷാമമില്ല. എല്ലായിടത്തും കർമ്മങ്ങൾ വളരെ സുലഭമാണ്. പള്ളികൾ ഇഴ്തികാഫ് കൊണ്ട് ധന്യമാണ്. ഖുർആൻ പാരായണം കൊണ്ട് സുലഭമാണ്. തറാവീഹ് കൊണ്ട് പള്ളികൾ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ തറാവീഹ് നിസ്കരിക്കുന്നവനും ദിക്റുകൾ ചൊല്ലുന്നവനും ഇഴ്തികാഫിൽ മുഴുകുന്നവനും എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പൊന്നു ഉമ്മമാരടക്കം അവർക്ക് പക്ഷേ ഒരു വിവാഹത്തിന്റെ വേദി കിട്ടിയാൽ, ഒരു നോമ്പു തുറയുടെ വേദി കിട്ടിയാൽ, ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ട വേദി കിട്ടിയാൽ അവർക്ക് പടച്ചോനെ പേടിയില്ല. അതേ തഖ്വയില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ നിന്റെ അധ്വാനം സ്വീകരിക്കത്തുള്ളൂ എന്ന് സുനിശ്ചിതമായി അള്ളാഹു പറഞ്ഞ സ്ഥിതിക്ക് എന്റെ പൊന്നുമ്മ, എന്റെ പൊന്നു സഹോദരാ, തഖ്വയുടെ ഭാഗം ഒന്ന് പരീക്ഷിക്കലും ഒന്ന് പഠിക്കലും അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് അന്വേഷിക്കലും അനിവാര്യമാണ് കേട്ടോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, ഇതുകൊണ്ടല്ലേ മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ കാന റഅസുമാ കല്ലത്തിൽ അൽസുനൻ വസ്ഫിരി ബിഹി. ഒരു മനുഷ്യന്റെ മുതൽ മുടക്ക് തഖ്വയായി കഴിഞ്ഞാൽ കല്ലത്തിൽ അൽസുനൻ വസ്ഫിരി ബിഹി, അതിന്റെ ലാഭം എത്രയാണെന്ന് പറയാൻ ഒരു നാവിനും കഴിയില്ല. അടിസ്ഥാനപരമായി മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അവിടെയാണ്. അള്ളാഹു ഞാൻ നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്നതൊക്കെ ശരിയാണ്. ഇതൊക്കെ നമുക്ക് ഇർസാൽ ചെയ്ത് പിശാച് നല്ലോണം ചാൻസ് തരും. പിശാച് അവിടെ നിന്നും ചിലപ്പം കൈവെക്കൂല. കാരണം കാതലായ വശം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അള്ളാഹു ഇത് സ്വീകരിക്കാതിരുന്നാ പോരെ, ഓ രക്ഷപ്പെട്ടല്ലോ. ഇതിനൊക്കെ മർമ്മ എന്താ? നരകത്തിലേക്ക് കിട്ടാൻ ഈ അമലുകൾ സ്വീകരിക്കാതെ പോയാൽ മതിയല്ലോ. അതിനുവേണ്ടി സ്വീകാര്യതയെ തടയുന്ന പണികൾ, അതിന് പറ്റിയ മേഖലകളിൽ അവൻ പ്രവർത്തിക്കും. അപ്പോൾ അമലുകളിൽ ആളുകൾ സജീവമായി വർക്ക് ചെയ്യും. ഒരു വേള ബുദ്ധിയുള്ള പിശാചാണെങ്കിൽ ചെയ്യലും അങ്ങനെ തന്നെയാണ്. എന്താ അങ്ങനെ? മറ്റേപ്പം നിക്കരിപ്പിക്കാതെ നിന്നാൽ, ഇപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നിക്കരിപ്പിക്കാതെ നിന്നാൽ നമ്മൾ സഹിക്കുമോ? നമുക്ക് നിക്കരിക്കാതിരിക്കാൻ തന്നെ ചിന്തിക്കാൻ പറ്റുമോ? നോമ്പൊൽക്കാതെ ചിന്തിക്കാൻ പറ്റുമോ? അല്ലാഹ്, നോമ്പൊൽക്കാതൊക്കെ നമ്മളെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത, നിസ്കരിക്കാതൊക്കെ ചിന്തിക്കാൻ പറ്റാത്തതാ. അപ്പോ നമ്മൾ ചിന്തിച്ചു പോവും, നിസ്കരിക്കാതെക്കാൻ പറ്റില്ല, ഞങ്ങൾ നിസ്കരിക്കും എന്ന് പോയിട്ട് നിസ്കരിക്കും അല്ലേ? അപ്പോ നിസ്കരിപ്പിക്കാതെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഏതിലാ പണിയെടുക്കാൻ നല്ലത്? നിക്കരിച്ചോട്ടെ, നാ പിന്നെ അമലുണ്ടല്ലോ സമാധാനത്തിൽ നിൽക്കും. എന്നിട്ടോ അത് സ്വീകരിക്കുന്ന സ്ഥാനത്ത് കത്തിവെക്കുക. നഅൂദുബില്ലാ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വിശുദ്ധ റമളാനിൽ നാം നേടേണ്ടുന്ന സമ്പത്ത് ഏതാണ്? അത് തഖ്വയാണ്. വിശുദ്ധ റമളാനിൽ തഖ്വക്ക് വേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് നേടാൻ വേണ്ടി നാം തയ്യാറെടുക്കണം. അതാണ് മനുഷ്യന്റെ സമ്പത്ത്. എത്ര വലുത് നാം നേടിയാലും തഖ്വ നേടിയില്ലെങ്കിൽ സമ്പത്ത് നേടിയിട്ടില്ല. സഹോദരന്മാരെ, സമ്പത്ത് നേടണം, ഉൾക്കാമ്പ് നേടണം.
നോക്ക് നിങ്ങള് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് പറയാ, ഈ പതിരായിട്ടുള്ള തേങ്ങകൾ ഉണ്ടാവും. മൊച്ചിങ്ങാന്ന മൊത്തങ്ങാന്ന് എന്തോ പറയും അല്ലേ? എന്താ പറയാ, പതിരായ തേങ്ങകൾ. ഉള്ളില് സാമാനല്ല, മച്ചിയായി പോയ മച്ചി തേങ്ങ. ഒരാള് പറയും മച്ചിങ്ങ. കിടക്കട്ടെ, നീന്തലൊക്കെ പഠിക്കാൻ ഉപയോഗിക്കണ മച്ചിങ്ങല്ലേ? അതെ, മച്ചിങ്ങ എന്ന് പറയുന്ന സാധനമുണ്ട്. സുബ്ഹാനല്ലാഹ്, കണ്ടാല് നല്ല ചൊറുക്കാണ്, തേങ്ങയെപ്പോലെ. കണ്ടാല് തേങ്ങയെപ്പോലെ വളരെ ഉഷാറാണ്. വേണമെങ്കിൽ കച്ചവടത്തില് ശ്രദ്ധിക്കാത്ത മുതലാളിയാണെങ്കിലും എല്ലാം എന്താക്കാൻ പറ്റും, തേങ്ങളുടെ കൂടെ ഇട്ടാലും കുഴപ്പമുണ്ടാവൂല. സുബ്ഹാനല്ലാഹ്, അറിയൂല. പക്ഷേ ആ തേങ്ങക്ക് ഫലമില്ല. കാരണം മോഡല് തേങ്ങയുടെ മോഡലാണെങ്കിലും പുറന്തോട് തേങ്ങയുടെ പുറന്തോടാണെങ്കിലും അതിന്റെ ഉൾക്കാമ്പ് ഇല്ല, ഉൾക്കാമ്പ് ഇല്ല, ഉൾക്കാമ്പ് ഇല്ല. അതുകൊണ്ട് വാങ്ങുന്നവൻ പരിശോധിച്ചാൽ അത് സ്വീകരിക്കത്തില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഉൾക്കാമ്പുള്ള തേങ്ങ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ഇത് ഉൾക്കാമ്പില്ലാത്തതാണ്. അതുകൊണ്ട് അത് ശരിക്ക് പരിശോധിക്കുന്ന ആളാണെങ്കിൽ അത് സ്വീകരിക്കത്തില്ല. ഇതേ പ്രകാരം അമലുകൾക്ക് ഉൾക്കാമ്പ് വേണം. ആ ഉൾക്കാമ്പ് തഖ്വയാണ്. ആ ഉൾക്കാമ്പ് നേടാത്ത പക്ഷം നമ്മുടെ കാര്യം മതഘടമാണ്. മഹാനായ ആഫി തങ്ങൾ പാടിയില്ലേ, അയാ ത്വാലിബൽ ഉഖ്റാ വഖീത മിനർ റദാ വലുഖീത തൗഫീഖൻ ലിഖൽബിക യഫ്ലഹു അലൈക ബിതഖ്വല്ലാഹി يخرجك من رضا ويرزقك من غيب وأنت مروح هي العروة الوثقى هي الخير كله هي الربح كل الربح يا متربه. ഓ ആഖിറം കൊതിച്ചു നടക്കുന്ന മനുഷ്യ, ആഖിറം അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യ, സർവ അപകടങ്ങളിൽ നിന്നും നിനക്ക് കാവല് നൽകട്ടെ. നിനക്ക് ഒരു പ്രത്യേകമായ ഉപദേശം പറയാനുള്ളത്, അലൈകാ ബി തഖ്വല്ലാഹ്, അല്ലാഹുവിന്റെ തഖ്വയെ നീ മുറുകെ പിടിച്ച മോനെ. എന്നാൽ യുഖ്രിജുക മിൻ റദാ, നാശങ്ങളിൽ നിന്ന് നിന്നെ അത് പുറത്ത് കടത്തിത്തരും. വയർസുഖുക മിൻ ഗൈബിൻ വഅൻത മുറവ്വഹു, നീ അറിയാത്ത ഭാഗത്തിലൂടെ നിനക്ക് ഭക്ഷണം കിട്ടാനത് കാരണമാകും. നീ ഒരു ക്ഷീണവും അറിയാത്ത, നീ ഒരു രഹസ്യവും അറിയാത്ത, നീ വിശ്രമിക്കുന്ന അവസ്ഥയിലാകും. നിനക്കുള്ള ആവശ്യകരമായ ഭക്ഷണങ്ങൾ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഹിയൽ ഉർവത്തുൽ വുഫ്ഖാ, ആ തഖ്വയാണ് മോനെ, അത് പൊട്ടാത്ത കയറാണ് മോനെ, അത് പൊട്ടാത്ത കയറാണ്. ബാക്കിയുള്ളത് നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം അത് ചിലപ്പോൾ പൊട്ടിപ്പോകും, അത് ചിലപ്പോൾ തള്ളിപ്പോകും. പൊട്ടാതെ നിനക്ക് നിലനിൽക്കാനുള്ളത് തഖ്വയാണ്. മോഡലുകളിൽ നീ ഒരിക്കലും അവലംബം കൊള്ളണ്ട, മോഡലുകളിൽ നീ ഒരിക്കലും വീണു പോകണ്ട. മഹാനായ ഇമാം സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുർഷിദുത്തുല്ലാബിൽ ഇടയ്ക്കിടെ പുട്ടിൽ തേങ്ങയിട്ട് എന്ന് പറയുന്നത് പോലെ ഇടയ്ക്കിടെ അദ്ദേഹം പറയുന്നുണ്ട്, വലാ തഖ്തറൂ ബികസ്റത്തിൽ ഖബാഇസി, തിന്മകളുടെ വേലിയേറ്റത്തിൽ നീ ഒരിക്കലും വഞ്ചിതനായി പോകണ്ട. തിന്മകളുടെ മോഡലുകൾ ധാരാളം കാണും, നന്മയുടെ മോഡലിൽ തിന്മയുടെ രംഗപ്രവേശം ധാരാളം കാണും. അതിൽ നീ വഞ്ചനയിൽ കുടുങ്ങിപ്പോകണ്ട, ചതിയിൽ പെട്ടുപോകണ്ട. ഹിയൽ ഉർവത്തുൽ വുഫ്ഖാ, പൊട്ടാത്ത കയറാകുന്ന തഖ്വ നീ മുറുകെ പിടിച്ചോ. ഹിയൽ ഖൈറു കുല്ലുഹു,
100% നന്മയാണ് തഖ്വയിലുള്ളത് കേട്ടോ. അതിൽ പൊട്ടായതൊന്നുമില്ല. ഹിയർ റിബ്ഹു കുല്ലുർ റിബ്ഹി യാ മുതറബ്ബിഹു. ലാഭം തേടി നടക്കുന്ന മനുഷ്യ, എല്ലാ ലാഭവും തഖ്വയിൽ അധിഷ്ഠിതമാണ് കേട്ടോ. അല്ലേ? എല്ലാ ലാഭവും തഖ്വയിൽ അധിഷ്ഠിതമാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാമ് അദ്ദേഹത്തിന്റെ മിൻഹാജില് ബഹുമാനപ്പെട്ടവര് 12 കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വായിച്ചാൽ 1 മണിക്കൂർ സമയം അങ്ങനെ പോവും. നോമ്പെറുക്കണ അറിയില്ല, നോമ്പെറുക്കാനുള്ള സമയം അറിയില്ല. 12 വിഷയങ്ങൾ അത് നിങ്ങൾ പഠിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മളതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ബഹുമാനപ്പെട്ട മഹാനവറുകൾ അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീനിൽ 1, 2, 3 എന്നിട്ടിട്ടിങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? തഖ്വ നേടിയാൽ ആ മനുഷ്യന് കിട്ടുന്ന ഭാഗ്യം 12 എണ്ണം അദ്ദേഹം ഇങ്ങനെ അക്കമിട്ട് എണ്ണിട്ട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഭാഗ്യങ്ങളുടെ സമുച്ചയമായ, നിധികളുടെ പറുദിസയായ, സമ്മാനങ്ങളുടെ കൊടിമുടിയായ, എല്ലാ വിജയങ്ങളുടെയും മാണിക്കല്ലായ തഖ്വ എന്ന് പറയുന്ന സംവിധാനം, ആ ഒരു വലിയ വസ്തുത നമ്മിലില്ലാതെ 75, 85, 90 കൊല്ലം നോമ്പ് നോറ്റിട്ട് എന്ത് കിട്ടാനാ സഹോദരന്മാരെ? തഖ്വ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് പരിശോധിച്ചുകൊണ്ട് നോമ്പ് തുറക്കണം കേട്ടോ. ഓരോ റമദാൻ ഇങ്ങനെ വരുമ്പോ, ഓരോ റമദാൻ ഇങ്ങനെ കടത്തിങ്ങനെ വിടുക. ഓരോ റമദാനും പോട്ടെ 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 എന്ന് തന്നെ വിടുക. എല്ലാവരും സമാധാനത്തിലാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും സമാധാനത്തിലാണ്, കേൾക്കുന്ന നമ്മളും സമാധാനത്തിലാണ്. എല്ലാവർക്കും ധൈര്യം കുറെ കൂടുതലാണ്. ധൈര്യം കൂടിയതിന്റെ ലക്ഷണമാണ് ഒരു ഇറ്റ് കണ്ണീര് നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റുന്നില്ല. ധൈര്യം കൂടിപ്പോയി. അള്ളാന്റെ ഹബീബിന് ധൈര്യമില്ലായിരുന്നു, സ്വഹാബത്തിന് ധൈര്യമില്ലായിരുന്നു, ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ മുൻഗാമികൾക്ക് ധൈര്യമില്ലായിരുന്നു. ഖുർആൻ ഓതി ഇമാമത്തിന് നിന്ന ആള് പിറകോട്ട് മറിഞ്ഞു വീണ് മയ്യത്താണ് എടുത്തുകൊണ്ടുപോയത്. ഞാൻ ആ മയ്യത്തിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ച ആളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാന്മാരൊക്കെ ഉദ്ധരിച്ച് തിബിയാൻ നോക്കിയാൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട മഹാരഥന്മാര്, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് ധൈര്യം കൂടിപ്പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പുറം പൂച്ചിന്റെ ബാഹ്യമായ മോഡലുകളെ പോരാ, ആന്തരികമായ തഖ്വ സമ്പാദിച്ചേ പറ്റൂ. ഞാൻ നോൽക്കുന്ന നോമ്പ് കൊണ്ടും, ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ടും, ഞാൻ ഈ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കൊണ്ടും എനിക്ക് തഖ്വ സമ്പാദിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം. എന്തിനാ നിങ്ങളിത്ത ഒച്ചട്ട് പറയണത്? ഒന്നുമല്ല. സുമ്മത അമ്മൽ നുക്തതൻ ഉഖ്റാ وهي أصل من الأصول وهي ما ذكر أن بعض الصالحين قال لبعض أشياخه أوصني قال أوصيك بوصية الله رب العالمين للأولين والآخرين. മഹാനായ ഗസാലി ഇമാം പറയുന്നു, മോനെ ഒരു പോയിന്റ് നീ മനസ്സിലാക്കണം, പോരാ മനസ്സിരുത്തി ചിന്തിക്കണം. അമ്മൽ നുക്തതൻ ഉഖ്റാ, മറ്റൊരു പോയിന്റ് ഉണ്ട്, അത് നീ മനസ്സിരുത്തി ചിന്തിക്കണം. അമ്മൽ, നീ മനസ്സിരുത്തി ചിന്തിക്കണം. നുക്തതൻ ഉഖ്റാ, മറ്റൊരു പോയിന്റ് പറയാറുണ്ട്. നവ്വിർ ഇലാഹ സമാ قلب الغريب كما نورت قلب إمام من ناس غزالي.
അല്ലാഹുവേ, ഇമാമുന്നാസായ ജനങ്ങളുടെ ഇമാമായ ഹുജ്ജത്തുൽ ആലമീനായ ലോകരുടെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ തെളിവായ ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ ഹൃത്തടത്തിന് നീ പ്രകാശം കൊണ്ട് നിറച്ചതുപോലെ എന്റെ ഹൃദയത്തെയും നീ എന്റെ ഹൃത്തടത്തെയും പ്രകാശം കൊണ്ട് നിറക്കണേ. ബഹുമാനപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ദർസ് ചൊല്ലി തുടങ്ങുന്ന സമയത്ത്, ഒന്നാം ദർസിന്റെ സമയത്ത് ചെല്ലാറുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങളൊക്കെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് ആ ദുആ നല്ലോണം ചെല്ലാറുണ്ട്. കാരണം ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്നിരുന്നു അല്ലേ. ആ ഗസാലി ഇമാം പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, നീ ഒരു പോയിന്റ് പഠിക്കണം മോനെ, പഠിച്ചാൽ പോരാ, അത് നീ മനസ്സിരുത്തി ചിന്തിക്കണം. വഹിയ അസ്ലും മിനൽ ഉസൂൽ, അത് പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. വഹിയ, അത് ഏതാണെന്നറിയോ? മാദുക്കിറ അന്നബ അൽസ്വാലിഹീന ഖാല ലിബഅലി അശ്യാഇഹി, മുൻഗാമികളിൽപ്പെട്ട ഒരു സജ്ജനങ്ങളിൽപ്പെട്ട ഒരു മഹാൻ അദ്ദേഹത്തിന്റെ ഉസ്താദിനോട് പറഞ്ഞു, ഔസിനി, ഉസ്താദെ എനിക്ക് നല്ല സദുപദേശം തരണം, എനിക്ക് വസിയത്ത് പറഞ്ഞു തരണം, എനിക്ക് നല്ല ഉപദേശം പറഞ്ഞു തരണം. അങ്ങനെയുണ്ട് ചില മുത്തഅല്ലിമീങ്ങൾ, ചില ആളുകളൊക്കെ ഉണ്ട്, ഉസ്താദ് എനിക്ക് എന്തെങ്കിലും രണ്ട് കലിമത്ത് നിങ്ങൾ പറഞ്ഞു തരണം, ഉസ്താദ് എന്തെങ്കിലും ഉപദേശം പറഞ്ഞു തരണം അല്ലേ. അത് നല്ലൊരു ചിട്ടാണ്. കാരണം ഈ പറയുന്ന ആൾ, ഈ ചോദിക്കുന്ന ആളുടെ മനസ്സ് നിഷ്കളങ്ക മനസ്സാണെങ്കിൽ, ഇഖ്ലാസിന്റെ മനസ്സാണെങ്കിൽ, അത് കേൾക്കുന്ന ആ ഉസ്താദിന്റെ മനസ്സും അതുപോലെയാണെങ്കിൽ, രണ്ട് ഇഖ്ലാസും കൂടി കൂട്ടിമുട്ടിയാൽ പിന്നീട് തീർച്ചയായും അല്ലാഹു തആല അവിടെ ഉസ്താദിന്റെ മനസ്സിൽ ഇയാളെയും ഉസ്താദിനെയും നന്നാക്കാൻ പറ്റിയ നല്ലത് ഇട്ടുകൊടുക്കും. അങ്ങനെയാണല്ലോ ചില സദസ്സുകളുടെ സദസ്യരുടെ നിയ്യത്തിന്റെ ഊക്കുകൊണ്ട് പറയുന്ന ഉസ്താദിന് നല്ലത് തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ KMIC ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എത്രയോ ആളുകളുടെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഈ സാധുവായ എന്നെക്കാളൊക്കെ എത്രയോ നമ്മളൊക്കെ പുറംപൂച്ച് പറയാനേ പറ്റുള്ളൂ. കേൾക്കുന്ന മനുഷ്യന്മാരിൽ ലേ എത്രയോ നല്ല സ്വാലിഹീങ്ങളുണ്ട്. കരയുന്ന, വിലപിക്കുന്ന, അല്ലാഹുവിനോട് മനം നൊന്തുകൊണ്ട് യാചിക്കുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട്. ഇതുപോലെ ഉസ്താദുമാരുടെ മനസ്സും നിഷ്കളങ്കമായ മുത്തഅല്ലിമിന്റെ മനസ്സും തമ്മിൽ ഇഖ്ലാസ് കൂട്ടിമുട്ടിയാൽ അവർക്ക് നന്നാകാൻ പറ്റിയത് അല്ലാഹു മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. ഇതേപോലെ സജ്ജനങ്ങളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാൻ അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അരികെ വന്നുകൊണ്ട് ഉസ്താദിനോട് അപേക്ഷിക്കുകയാണ്, ഉസ്താദേ ഔസിനി, എനിക്ക് നിങ്ങളൊരു വസിയത്ത് പറഞ്ഞു തരണം. ഖാല, ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു, ഊസീക ബി വസിയത്തില്ലാഹി റബ്ബിൽ ആലമീന ലിൽ അവ്വലീന വൽ ആഖിരീൻ, നിനക്ക് ഞാനൊരു വസിയത്ത് പറഞ്ഞു തരാം. അത് എന്റെ വസിയത്തല്ല, ഞാൻ പ്രത്യേകം ഒരു വസിയത്ത് പറയണ്ട, ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് കടമെടുത്ത് പറഞ്ഞു തരാം. എവിടുന്നാ കടെടുക്കുന്നത്? യജമാനനായ റബ്ബുണ്ടല്ലോ, റബ്ബുൽ ആലമീൻ ഉണ്ടല്ലോ, റബ്ബുൽ ആലമീന് പറഞ്ഞ വസിയത്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ വസിയത്ത് വേണ്ട. റബ്ബുൽ ആലമീന് മുൻഗാമികൾക്കും പിൻഗാമികൾക്കും പറഞ്ഞു കൊടുത്തൊരു വസിയത്തുണ്ട്. റബ്ബുൽ ആലമീനായ അല്ലാഹു അവൻ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുത്തൊരു വസിയത്തുണ്ട്. സൂറത്തുൻ നിസായിലെ 131-ാമത്തെ ആയത്തിലാണ് ആ വസിയത്തുള്ളത്. എന്താണ് ആ വസിയത്ത്? വലഖദ് വസ്സൈനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. അല്ലാഹു തആല തന്നെ വസിയത്തിന്റെ അതേ പദപ്രയോഗം നടത്തിയിട്ട് പറയാണ്, വലഖദ് വസ്സൈന, നിശ്ചയമായും നാം വസിയത്ത് കൊടുത്തിരുന്നു, വസിയത്ത് ചെയ്തിരുന്നു, അല്ലദീന ഊത്തുൽ കിതാബ, ഇതുവരെ കഴിഞ്ഞുപോയ ധാരാളം ഗ്രന്ഥങ്ങൾ കൊടുത്തിരിക്കുന്ന ആളുകള്, ജൂതന്മാരും നസാറാക്കളും അവരുടെ പ്രവാചകന്മാരായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിൽക്കാലത്ത് വന്ന ശംവീൽ എന്ന പ്രവാചകര്, ദാവൂദ് നബി, സുബ്ഹാനല്ലാഹ് തുടങ്ങിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഈസാ നബി തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തോടും നാം വസിയത്ത് പറഞ്ഞിരുന്നു. വഇയ്യാകും, നിങ്ങളോടും
ഓ മുഹമ്മദ് നബിയുടെ സമൂഹമേ, നിങ്ങളോടും ഞാനിതാ വസിയത്ത് പറയുന്നു. അപ്പോൾ മുൻഗാമികളോടും പിൻഗാമികളോടും അല്ലാഹുവാകുന്ന യജമാനന് പറയാനുള്ള വസിയത്ത് എന്താണ്? പലതും അല്ലാഹുവിനെ പറയാമായിരുന്നു. കമ്പനി നിർമ്മിക്കാൻ പറയാമായിരുന്നു, ഇവിടെ പള്ളി ഉണ്ടാക്കാൻ പറയാമായിരുന്നു, ഇബാദത്തുകളുടെ കാര്യങ്ങൾ തന്നെ പറയാമായിരുന്നു. പക്ഷേ അല്ലാഹു ഉപയോഗിച്ച പദമേതാണ്? അനിത്തഖുല്ലാഹ്. നിങ്ങളോടും മുൻഗാമികളോടും ഞാൻ വസിയത്ത് ചെയ്തത് അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് തഖ്വയുള്ളവരാകണേ, അല്ലാഹുവിന് തഖ്വയുള്ളവരാകണേ. ബഹുമാനപ്പെട്ട ഖുസാനി ഇമാം പറയുന്നു, ആ ഉസ്താദ് ശിഷ്യനെ വസിയത്ത് ചെയ്യാൻ വേണ്ടി ശിഷ്യൻ അപേക്ഷിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന വസിയത്ത്, ഞാൻ പ്രത്യേകം എന്നോട് എന്റെ വക വസിയത്ത് പറയേണ്ടതില്ല. കാരണം എല്ലാം തികഞ്ഞ, എല്ലാ ന്യൂനതകളിൽ നിന്നും അന്യൂനനായ ഈ ലോകത്തിന്റെ സംവിധായകനും സൃഷ്ടാവും പരിപാലകനുമായ ഈ ലോകത്തിന്റെ സർവോർജനായ, സർവജ്ഞനായ, സർവശക്തനായ, എല്ലാം അറിവുള്ള, എല്ലാ കഴിവുമുള്ള, ഏത് ഡിഗ്രിക്കാണ് പവറുള്ളതെന്നറിവുള്ള, ഏത് മുതലിനാണ് സ്ഥാനമുള്ളതെന്ന് അറിവുള്ള, ഏത് വിഭാഗത്തിനാണ് മൂല്യമുള്ളതെന്ന് അറിവുള്ള, എല്ലാം അറിയുന്ന യജമാനനായ റബ്ബ് മുൻഗാമികൾക്കും പിൻഗാമികളോടും വസിയത്ത് പറയുന്നു, അനിത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ നേടിക്കോ. അതേ, നിങ്ങൾ തഖ്വ നേടിക്കോ. അലാ ഇന്നമത്തഖ്വാ ഹിയൽ ഇസ്സു വൽ കറം വഹബ്ബുക ലിദ്ദുനിയാ ഹുവൽ ദുല്ലു വൽ അദം വലൈസ അലാ അബ്ദിൻ തഖിയ്യിൻ നഖീസത്തുൻ ഇദാ സഹഹത് തഖ്വാ വഇൻഹാക ഔഹജം. അലാ ഇന്നമത്തഖ്വാ, അലാ മനസ്സിലാക്കിക്കോ, ഇന്നമത്തഖ്വാ, നിശ്ചയമായും തഖ്വ, ഹിയൽ ഇസ്സു, അതാണ് മോനെ VIP, അതാണ് പ്രതാപം, അതാണ് അഭിമാനം, അതാണ് വൽക്കറമോ, മാന്യത, അതാണ് വഹബ്ബുക ലിദ്ദുനിയാ, ദുനിയാവിനോടുള്ള നിന്റെ ഭ്രമമുണ്ടല്ലോ, അതിനുവേണ്ടി നീ ഏത് ഡിഗ്രി തേടിപ്പോയാലും, അതിനുവേണ്ടി നീ ഏത് കക്കൂസ് തോണ്ടാൻ വേണ്ടി പോയാലും, അതിനുവേണ്ടി നീ ഏത് സൂപ്പർസോണിക്കിൽ പറഞ്ഞാലും, ദുനിയാവിനോടുള്ള ഭ്രമമാണോ നിന്റെ മനസ്സിലുള്ളത്? ഹുവ ദുല്ലു വൽ അദം, അത് മോനെ നിന്ദ്യതയാണടോ, നിസ്സാരതയാണ്. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനദ്ദലീലി. ആ ദുനിയാവ് എന്ന് പറയുന്നത് എടോ ഏറ്റവും ചുരുങ്ങിയതിൽ ചുരുങ്ങിയതാണ്. അതിനെ പ്രണയിക്കുന്നത് ഏറ്റവും കൊടിയ നീചയാണ്, നിസ്സാരതയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ അണ്ണാച്ചികള്, എച്ചില് പുറക്കി നടക്കുന്ന അണ്ണാച്ചികളെ പോലെ അധപതനത്തിന്റെ അടികളിൽ അമർന്നവന് മാത്രമേ ദുനിയാവിന്റെ പേരിൽ അലച്ച കാണിക്കാൻ കഴിയൂ. ആരിഫീങ്ങൾ പഠിപ്പിച്ചതെങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് തഖ്വ കിട്ടിയാലോ അത് VIP സ്റ്റാൻഡേർഡാണ്, അത് പ്രതാപമാണ്, അത് ഇസ്സത്താണ്, അത് അഭിമാനമാണ്, അത് മൂല്യമാണ്. ചില ആളുകൾക്ക് തോന്നും, സുബ്ഹാനല്ലാഹ്, എന്റെ മോൻ മൊയ്ലാരുട്ടിയായതുകൊണ്ട് എന്റെ കുട്ടിക്ക് എന്താ കിട്ടാം? എന്റെ കുട്ടിക്ക് 4000 കിട്ടുള്ളൂ, 5000 കിട്ടുള്ളൂ. എടോ, നിന്റെ 4000-ഉം 5000-ഉം 10,000-ഉം 20,000-ഉം എല്ലാം ദുനിയാവിന്റെ എച്ചിലകളല്ലയോ? ആഖിറം വേണ്ടേ? ആഖിറം വേണ്ടേ? വലൈസ അലാ അബ്ദിൻ തഖിയ്യിൻ നഖീസത്തുൻ ഇദാ സഹഹത് തഖ്വാ
വഇൻഹാക ഔഹജം, തഖ്വയുള്ള ഒരു അടിമയുടെ മേലിൽ നഖീസത്തുൻ, ഒരു കുറവുമില്ല കേട്ടോ. അവനൊരു പണ്ഡിതനായിക്കോട്ടെടോ, അവനൊരു ഉഖറവിയായ ആലിമായിക്കോട്ടെ, അങ്ങനെ അത് മുഖേന അവന് തഖ്വ കിട്ടിക്കോട്ടെ. നീ എന്തിനാണ് അതിന് കത്തിവെക്കേണ്ട ആവശ്യം? നീ എന്തിനാണ് അതിന്റെ മുമ്പിൽ മതിൽക്കെട്ട് കെട്ടേണ്ട ആവശ്യം? അവൻ പഠിച്ച് നന്നായാൽ ഇദാ സ്വഹഹ തഖ്വ, അവന്റെ തഖ്വ ശരിപ്പെട്ടാൽ അവനൊരു ന്യൂനതയുമില്ല. വൈൻഹാക്ക, അവൻ ചെരുപ്പ് കുത്തിയായാലും, ഔ ഹാജമ, അല്ലെങ്കിൽ അവൻ ബാർബറായാലും ഒരു മോശവുമില്ല കേട്ടോ. അവൻ ഓശാനായിക്കോട്ടെ, ചെരുപ്പ് കുത്തിയായിക്കോട്ടെ, മീൻ കച്ചവടക്കാരനായിക്കോട്ടെ. എടോ, നീ വലിയ ഡോക്ടറായിട്ടെന്താ കാര്യം? നീ വലിയ എഞ്ചിനീയറായിട്ടെന്താ കാര്യം? നീ വലിയ കോൺട്രാക്ടറായിട്ടെന്താ കാര്യം? നീ വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ട് എന്താ കാര്യം? എടോ, 50,000 1 ലക്ഷവുമെല്ലാം വാങ്ങാൻ നിനക്ക് കഴിയും. പക്ഷെ കക്കൂസല്ലടോ വാങ്ങുന്നത്. ആ 4,000 കിട്ടുന്ന വാല്യമുണ്ടല്ലോ, അവൻ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ ചൊല്ലുന്നത് കേട്ടുകൊണ്ട് മുതഅല്ലിമീങ്ങള് അല്ലെങ്കിൽ മദ്രസയിലെ എളിയ ബെഞ്ചിലിരിക്കുന്ന കുട്ടികള് അത് ഏറ്റു ചൊല്ലിയാൽ ആ നാട്ടിൽ ഫിത്നയും മുസീബത്തും ദുരന്തവും ഇറക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണെങ്കിൽ പോലും അതിനെ ഉയർത്തിക്കളയുമെന്ന് മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ബൈളാവിയിൽ പറഞ്ഞിട്ടില്ലേ? അല്ലേ? മൂല്യത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയണം. സ്വർണത്തിന്റെ വില അറിയാൻ കഴിയണം. സ്വർണം കാണുമ്പോൾ അത് മണ്ണുകട്ടയാണെന്ന് തോന്നാൻ പാടില്ല. സ്വർണത്തിന് സ്വർണത്തിൻ്റെതായ മൂല്യം കൽപ്പിക്കണം. മണ്ണുകട്ടയ്ക്ക് മണ്ണുകെട്ടേണ്ടതായ വില. മണ്ണുകെട്ടയ്ക്ക് സ്വർണത്തിന്റെ മൂല്യവും സ്വർണത്തിന് മണ്ണുകെട്ടയുടെ മൂല്യവും കാണിക്കുന്ന വിഡ്ഢികളെ, നിങ്ങൾ ഏത് വിഡ്ഢിയുടെ സ്വപ്നത്തിലാണ് കഴിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞാനിത് പറയുന്നത് ഇവിടെ ഭൗതികത തലയിൽ കയറിയിട്ട് ഉഖറവിയായ ആലിമാകാൻ തീരുമാനിച്ചവരെ പോലും സമ്മതിക്കാത്ത ദുരന്തപൂർണമായ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ട്. അല്ലാഹു തആല അവരുടെ ദുരന്തത്തിൽ നിന്ന് നമ്മെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ഉണർന്ന് ചിന്തിക്കണം. ഒരുത്തന്റെ ഭാവി നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് മാത്രമല്ല, അവന്റെ കാരണം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ നന്നാകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവനും ബാക്കിലാക്കിയതിന്റെ കുറ്റം നീ പരലോകത്ത് അനുഭവിച്ചേ തീരൂ. അല്ലാതെ അള്ളാഹു നിന്നെ വിടുകയില്ല. തഖ്വയാണ് മർമ്മം. അതിനെ പറ്റിയ വഴികൾ, അതിന്റെ വസീലകൾ തേടണം. ദുനിയാവോ, എന്ത് ദുനിയാവ്? അതൊക്കെ അള്ളാഹു കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. ദുനിയാവിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ ദുനിയാവ് മുറുക്കി ഓടുക ചെയ്യാം. ദുനിയാവിന്റെ ബാക്കിൽ ഓടാത്തവരുടെ പിറകിൽ ദുനിയാവ് വരും. അങ്ങനെയാണ് കണക്ക്. നീ ദുനിയാവിന്റെ പിറകിൽ ഒന്ന് കൊണ്ടെന്ന് എന്റെ ബാക്കിൽ നടക്കുക, ഉളുപ്പില്ലാത്തവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹഖീഖത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് അല്ലാഹു മനസ്സിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ടവർ പറയാം, ഉസാലിമാം നോക്ക് നിങ്ങൾ, ഒരു അടിമ അവൻ ചെരുപ്പ് കുത്തിയായാൽ പോലും നോക്കൂ നിങ്ങൾ, ഞാൻ എന്റെ വക ഒന്നും അർത്ഥം വെക്കുന്നില്ല, അവനൊരു ബാർബറാണെങ്കിൽ പോലും അവനൊരു ന്യൂനതയുമില്ല. തഖ്വ ശരിപ്പെട്ടാൽ അപ്പോൾ അടിസ്ഥാനം വറജ അൽ അംറു കുല്ലുഹു ഇല തഖ്വ, അപ്പോൾ കാര്യങ്ങളുടെ മുഴുവനും അടക്കം തഖ്വയാണ്. അല്ലേ? അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് മഹാനായ ഇമാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വസിയ്യത്ത് പറഞ്ഞ വാക്ക് തഖ്വയാണ്. ഇനി കഴിഞ്ഞില്ല, ആ അല്ലാഹുവിന്റെ സൃഷ്ടിലോകത്തെ ഉത്കൃഷ്ട രാജാവായ, ആത്മീയ രാജാക്കന്മാരുടെ രാജാവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അവിടത്തെ മഹബത്ത് പിടിച്ചുപറ്റിയ ശിഷ്യൻ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട് യമനിലേക്ക് പുറപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കലും പിരിയാൻ പറ്റാത്ത മനസ്സുകളാണ്, വേർപ്പെടുത്താൻ പറ്റാത്ത
അത്രയും അങ്ങുമിങ്ങും വല്ലാത്ത ഒറ്റ മനസ്സിന്റെ ഉടമകളായിപ്പോയി. അള്ളാഹുവിന്റെ ഹബീബുമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു രോമം കിട്ടിയാൽ പോലും അതിനുവേണ്ടി മത്സരിക്കുന്നവരാണ് അവിടുത്തെ മുഹിബ്ബീങ്ങൾ. അള്ളാഹുവേ, നിന്റെ മുഹിബ്ബീങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ പെടുത്തി തരണം റഹ്മാനേ. എങ്കിൽ റസൂലുള്ളാന്റെ രോമം പോയിട്ട് റസൂലുള്ളാനെ തന്നെ നേരിട്ട് ഇങ്ങോട്ട് കിട്ടിയാണ്. ആ സ്വഹാബത്തിന്റെ ഭാഗ്യം എത്രയാണ്, സന്തോഷം എത്രയാണ്. പിരിയാൻ തോന്നുമോ സഹോദരന്മാരെ? പിരിയാൻ തോന്നില്ല. മുആദ് റളിയല്ലാഹു അൻഹു പക്ഷേ പിരിയേണ്ടി വരികയാണ്. അത് അച്ചടക്കത്തിന്റെ പേരിലാണ് പിരിയുന്നത്, പിരിയാൻ പൂതിയുണ്ടായിട്ടല്ല. ഉസ്താദിന്റെ കൽപ്പന ശിരസാവഹിക്കുകയാണ്. ഉസ്താദിനോടുള്ള കടപ്പാടും അച്ചടക്കവുമാണ്. ഉസ്താദ് എന്ത് തീരുമാനമെടുത്തോ അതിൽ ക്ഷമയോടുകൂടെ അംഗീകരിക്കുക. അതിൽ ചോദ്യം ചെയ്യലില്ല. അതിനപ്പുറം ഒരു തീരുമാനമില്ല. ഉസ്താദ് നാട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞാൽ പോവുക, പോണ്ടാന്ന് പറഞ്ഞാൽ പോകാതിരിക്കുക. അച്ചടക്കം. ഉസ്താദ് വരാൻ പറഞ്ഞാൽ വരാൻ പറഞ്ഞ സമയത്ത് വരിക. ഉസ്താദ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, പോകാൻ പറഞ്ഞാൽ പോവുക. അച്ചടക്കം, സമ്പൂർണമായ അച്ചടക്കം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അച്ചടക്കത്തിന്റെ മകുടോദാഹരണമായത് കൊണ്ട് മുത്തുനബി ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്. മുആദേ, നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു മുആദേ. പോരെ, അങ്ങനത്തെ സ്നേഹത്തിന്റെ ഭാഗമായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പിരിഞ്ഞുകൊണ്ട് യമനിലേക്ക് പുറപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഖുൽതു യാ റസൂലല്ലാഹി ഉസനി. മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് നിങ്ങളൊരു വസിയത്ത് പറഞ്ഞു തരണം. ഞാൻ യാത്ര പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ യാത്രയപ്പിന്റെ സന്ദർഭങ്ങളിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ പല റിപ്പോർട്ടുകളുമുണ്ട്. മുആദ്, അസാല്ലാ തൽഖാക ബഅദാമി ഹദാ. മുആദേ, ഇനി വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കൂടാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും എന്ന് വരെ പറഞ്ഞ രംഗങ്ങളുണ്ട്, പല രൂപത്തിലുണ്ട്. ഏതായാലും ഹൃദയസ്പർക്കായ ഏറ്റവും വലിയ വിരഹത്തിന്റെ ഒരു വലിയ രംഗം അവിടെ സംജാതമാകുന്ന ഘട്ടത്തിൽ രണ്ട് മുഹിബ്ബീങ്ങളുടെ മനസ്സുകൾ പിരിയുകയാണ്. ആ സമയത്ത് മർമ്മപ്രധാനമായ വല്ലതും തനിക്ക് കിട്ടണം. അത് ഓമനയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. ഇനി ഈ മുത്തുനബിയെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇൽമിന്റെ പ്രകാശത്തിന്റെ ആ ഉള്ളറയിൽ കഴിഞ്ഞ് എനിക്ക് ഇനി മുതൽ ആ പ്രകാശത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ ഇനി എക്കാലത്തും ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്തും എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയ നല്ല ഒരു വസിയത്ത് വേണം. അതുകൊണ്ട് ഔസ്വിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളെനിക്ക് വസിയത്ത് പറഞ്ഞു തരണം. നിങ്ങളെനിക്ക് വസിയത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വസിയത്ത് എന്താണ്? അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത. മൂന്ന് കാര്യമാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞത്. ആദ്യമായി പറഞ്ഞത് പരമാവധി തഖ്വ സംഭരിക്കണം മോനെ മുആദേ. ഞാൻ ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇന്ന് വിശദീകരിക്കുന്നില്ല, കാരണം സമയം വൈകിപ്പോയി. മുതഅല്ലിമീങ്ങൾ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസി സഹോദരന്മാർ, അവർക്ക് ഇനിയും നോമ്പ് തുറക്കാൻ 2 മണിക്കൂറിലധികം ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? അല്ലാഹു തആല അവരുടെ നോമ്പിനും നമ്മുടെ നോമ്പിനും ഒക്കെ ഫലം തരുമാറാകട്ടെ. പ്രവാസി സഹോദരന്മാർക്ക് നല്ല ഹിമ്മത്തും സബറും ആഫിയത്തും നോമ്പ് നിൽക്കാനുള്ള എല്ലാ ഉന്മേഷവും മനക്കരുത്തും ആഫിയത്തും ഊർജവും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ 3 കാര്യം പറഞ്ഞു. അതിൽ പ്രഥമമായി പറഞ്ഞത് തഖ്വയാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മുൻഗാമികളോടും പിൻഗാമികളോടും അള്ളാഹുവിന്റെ ആളുകളോട് മുഴുവനും വസിയ്യത്തായി പറഞ്ഞത് അത് തഖ്വയാണ്.
ബഹുമാനപ്പെട്ട മുത്തുനബി അവിടുത്തെ പ്രിയങ്കരന്മാരോട് വസിയത്ത് ചെയ്തത് തഖ്വയാണ്. എല്ലാ മുസ്ലിമീങ്ങളും ആഴ്ചതോറും സമ്മേളനം കൂടിയിട്ട് വസിയത്ത് ചെയ്യാറുള്ളത് തഖ്വയാണ്. എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന സബ്ജക്ട് തഖ്വയാണ്. ചുരുക്കി പറഞ്ഞാൽ തഖ്വ, ആ തഖ്വ ഹിയൽ ഉർവത്തുൽ വുസ്ഖാ ഹിയൽ ഖൈറു കുല്ലുഹു ഹിയർ റിബ്ഹു കുല്ലുർ റിബ്ഹി യാ മുതറബ്ബിഹു. അതാണ് പൊട്ടാത്ത കയറ്. ഈ പൊട്ടാത്ത കയറാകുന്ന സമ്മാനത്തെ പോലെ മറ്റൊരു ഭക്ഷണവുമില്ല. തസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വാ. നിങ്ങളെ ഭക്ഷണം തേടിക്കോ. ബിരിയാണി വേണമെങ്കിൽ തേടിക്കോ, നെയ്ച്ചോറ് വേണമെങ്കിൽ തേടിക്കോ, ഏത് ഭക്ഷണവും ആകാം. പക്ഷേ ഫഇന്ന ഖൈറ സാദി തഖ്വാ. സൂപ്പർ ഭക്ഷണം ഏതാണെന്നാണോ അന്വേഷിക്കുന്നത്? ഏറ്റവും VIP ഭക്ഷണം ഏതാണെന്നാണോ അന്വേഷിക്കുന്നത്? എന്നാൽ അത് കുഴിമന്തിയും അല്ല, കുഴിക്കാത്ത മന്തിയും അല്ല. ഫഇന്ന ഖൈറ സാദി തഖ്വാ. ഏറ്റവും മുന്തിയ ഭക്ഷണം അത് തഖ്വയായ ഭക്ഷണമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ വാർഷിക മാസമായ വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല വിഐപികളുടെ ഭക്ഷണമാകുന്ന തഖ്വ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ആ തഖ്വ കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല റമദാനിൽ ഫിറ്റ് ചെയ്ത് വെച്ചു കൊടുത്തു. അതെങ്ങനെയെല്ലാമാണ് അത് ഇൻഷാ അല്ലാഹ് ഇനി നാളെ പറയാം. ഇന്ന് തീർക്കാന്ന് വിചാരിച്ചതായിരുന്നു, ആ ഭാഗം തീർക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇപ്പോൾ അതിലേക്ക് പ്രവേശിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് നാളെ, അതിന് സമയമില്ലാത്തത് കൊണ്ട് നാളേക്ക് നീട്ടിവെക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഒരു നേർച്ചയുടെ ചർച്ച ഇതിൽ കേൾക്കാൻ കഴിഞ്ഞു. നേർച്ച ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ പേരിലുള്ളതാണോ ഏത് ചർച്ചയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കും ഇന്നലെ അത് പറഞ്ഞതിന് ശേഷം അതിന്റെ ചെറിയ രൂപം പറയണമെന്നുണ്ടായിരുന്നു. നേർച്ചയാക്കൽ നമുക്ക് ചിലപ്പോൾ നാവ് കൊണ്ടങ്ങ് പറയാനും നേർച്ചയാക്കാനൊക്കെ എളുപ്പമാവും. പക്ഷേ അങ്ങനെ കൊട്ടക്കണക്കിന് നേർച്ചയാക്കരുത് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പറയാൻ വിട്ടുപോയതാവും. കൊട്ടക്കണക്കിന് നേർച്ചയാക്കരുത്. നമുക്ക് നേർച്ചയാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പുണ്യകരമായ കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റോ ഇല്ലേ എന്നൊക്കെ അതിൽ ചർച്ച കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഫുഖഹാ പഠിപ്പിച്ചിട്ടുള്ളത്. തെർശീഹ് പോലുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. പള്ളിയിലേക്കൊക്കെ കയറിയാൽ ഉടനെ നദർതു ലില്ലാഹി അൻ അഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദ് മുദ്ദത ഇഖാമത്തി ഫീഹി. ഈ പള്ളിയിൽ ഞാൻ ഇവിടെ താമസിക്കുന്ന സമയം എത്രയാണോ അത്രയും സമയം ഞാൻ ഇവിടെ ഇഴ്തികാഫിരിക്കാൻ നേർച്ചയാക്കി എന്ന് പറയാം. എന്നിട്ട് അവനെ ഇഴ്തികാഫിരിക്കാൻ. അപ്പോ ഇഴ്തികാഫ് സുന്നത്താണ്, പക്ഷെ നേർച്ചയാക്കിക്കൊണ്ട് ഫർളാക്കിക്കൊണ്ടത് ചെയ്യുക. ഇത് അമലുകളിൽ പിശുക്ക് ഉള്ള ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ബേജാറുണ്ടാവും. പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കൊട്ടക്കണക്കിന് നേർച്ചയാക്കി ഇട്ടിട്ട് ചെയ്യാൻ കഴിയാത്ത ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടല്ലോ, വയൽ കയറിയുന്ന സമയത്ത് ലേലം വിളിക്കുമ്പം 10,000 ലക്ഷമൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്, ഓഫറുകൾക്ക് വലിയ എളുപ്പമാണ്. പക്ഷെ കാര്യങ്ങൾ കൊടുക്കുന്നിടത്ത് പിന്നെ ഈ സംഘാടകർ ഇടങ്ങാറാവും. ഇത് ബില്ല് സൂക്ഷിച്ച് ഇയാളെ ബാക്കിൽ ഇങ്ങനെ നടക്കേണ്ടി വരും, കിട്ടൂല. പൂർത്തിയാക്കാത്ത വാഗ്ദാനം, അങ്ങനെ ഉള്ള നേർച്ച പാടില്ല. നമ്മൾ പ്രായോഗികമായ നേർച്ച. അപ്പോ റമദാൻ മാസത്തിൽ എല്ലാ ദിവസത്തിലും ഹദ്ദാദ് ചൊല്ലാൻ നേർച്ചാക്കി എന്നങ്ങോട്ട് പറഞ്ഞു പോയാൽ നമുക്കത് ചിലപ്പോൾ പൂർത്തിയാക്കാൻ കഴിയൂല. അതേ സമയത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് റമദാനിൽ ഒരു 10 ദിവസക്കാലം ഹദ്ദാദ് എല്ലാം നേർച്ചാക്കി എന്ന് പറഞ്ഞാൽ, അല്ല ഒരു 10 ഹദ്ദാദ് എല്ലാം നേർച്ചാക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കും. എന്താ, ഒരു ദിവസം തന്നെ ഓനക്ക് വേണേൽ ഒഴിഞ്ഞിരുന്ന് കണ്ട് 28 ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 29ാമത്തെ ദിവസം തീരുമാനിക്കാണ്, ഞാനൊരു 10 ഹദ്ദാദ് റമദാൻ തീരുമാനിച്ചിരുന്നല്ലോ, അതിപ്പണ്ട് ചെല്ലിക്കാളാൻ തീരുമാനിച്ചാൽ അപ്പോൾ ചിലപ്പോൾ നടക്കും. അതുപോലെ ഞാൻ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ പോവാണ്. ആ സമയത്ത് ആ നിസ്കരിക്കണതിന് മുന്നായിട്ട് ഞാൻ പറയാം, പടച്ചോനെ ഞാൻ ഈ 2 റക്അത്ത് നിസ്കാരം നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കിയാണ് നിസ്കരിക്കുക. അതല്ലാതെ ഞാൻ 1000 നിസ്കാരം നിസ്കരിക്കാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പൂർത്തിയാക്കാൻ കഴിയൂല. അങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതല്ലാതെ ചില കർമ്മങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമില്ല. നെതിർ, മോശമായ നെതിർ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാര് കിതാബുകളിൽ പറയപ്പെട്ട നെതിറുൽ ലജാജ് അത് ഇതിൽ പെടുകയില്ല. ഈ നെതിർ ഒരു ഖുർബത്താണ്, ഒരു ഇബാദത്താണ്. അത് വിശുദ്ധ ഖുർആനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആരാധനയാണ്. മറ്റൊരു നെതിറുണ്ട്, എന്താ, എനിക്ക് ഇന്നാലിന്ന കാര്യം സാധിച്ചു കിട്ടണം, കിട്ടിയാൽ ഇന്നാലിന്നത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്.
അത് മറ്റൊന്നിന്റെ മേലിൽ തഅലീഖ് ചെയ്തിട്ട് അത് കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ മൂപ്പർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില തട്ടിപ്പന്മാർ. എനിക്കൊരു 10 ഏക്കർ സ്ഥലം വിൽക്കാണ്ട് ഉസ്താദ്, അത് വിറ്റ് പോയാൽ ഞാൻ പള്ളിയിലേക്ക് 100 രൂപ സംഭാവന നേർച്ചയാക്കി. അങ്ങനത്തെ നേർച്ച അത് മഹാപിശുക്കന്മാരുടെ നേർച്ചയാണ്. അതേക്കുറിച്ച് ഫിഖ്ഹിന്റെ കിതാബിൽ അങ്ങനെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. അപ്പോൾ സാധിക്കുന്ന രൂപത്തിലുള്ള ആരാധനകൾ സാധിക്കുന്ന തരത്തിൽ നേർച്ചയാക്കിക്കൊണ്ട് പ്രവർത്തിക്കാം എന്നാണ്. അത് എന്നോട് ചോദിച്ച മസലയല്ല, ഇതിലിങ്ങനെ ചർച്ച കേട്ടപ്പോൾ ഞാൻ പറയണം. അതിന്റെ വിശദമായി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊള്ളും. ഇതിൽ ചോദിക്കപ്പെട്ട ആളും ചോദിച്ച ആളുകളൊക്കെ മുമ്പൊക്കെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊള്ളും. ഞാനത് കേട്ടപ്പോൾ, ഇതിന്റെ തുടക്കത്തിൽ കേട്ടപ്പോൾ ഇന്നലെ ഞാനത് പറഞ്ഞതുകൊണ്ട് അതിന്റെ വിഷയമായി എനിക്ക് ഞാൻ അതിന്റെ ഒരു ചെറിയ വിശദീകരണം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അത് ഇന്നലെ വിട്ടുപോയത് കൊണ്ട് ഞാനത് ഇന്ന് വിശദീകരിച്ചതാണ്. അർഹമുർ-റാഹിമീനായ റബ്ബ് ഖൈറിനെ സഹകരിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഒരു 11 ഇസ്തിഗ്ഫാർ. നസ്തഗ്ഫിറുല്ലാഹൽ അളീം, 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 നസ്തഗ്ഫിറുല്ലാഹൽ അളീം. സഹോദരന്മാരെ, ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിന്റെ ഒരു ചെറിയ വിശദീകരണം ആവശ്യമുണ്ടായതുകൊണ്ട് ഒരു ഒറ്റ മിനിറ്റ്. ഞാൻ ഇന്നലെ ഒരു ഷാദുലി ഫാമിലിയുടെ കഥ പറഞ്ഞിരുന്നു. ഒരു സഹോദരൻ ഷാദുലിയിൽ മെമ്പറായി അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി. മറ്റൊരു സഹോദരൻ ഉവൈസ് സഖാഫിയുടെ നമ്പർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നസൂർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ വിജയം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മഹത്തായ ഈ സ്ഥാപനം അൽഹംദുലില്ലാ SLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രമുള്ള മുത്തഅല്ലിമീങ്ങളെ തെരഞ്ഞെടുത്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഒരു ഉഖ്റവിയായ ആലിമാക്കി എടുക്കാൻ പരമാവധി ശ്രമിക്കുന്ന, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. അള്ളാഹു നമ്മുടെ കുട്ടികളെ നമ്മളെല്ലാം ഉഖ്റവിയായ ആലിമീങ്ങളാക്കി തെരുമാറാകട്ടെ. അതിനു പറ്റിയ വിളനിലമായി നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു ആക്കി തെരുമാറാകട്ടെ. അങ്ങനെയുള്ള ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവ് ആവശ്യത്തിലേക്ക് 12,000 ഉറുപ്പികയാണ് കണക്കാക്കുന്നത്. ഈ 12,000 ഉറുപ്പിക സമ്പാദിച്ചെടുക്കാൻ സ്ഥിരം റിസീവർമാരോ സ്ഥിരമായ വരുമാന മാർഗങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഉസ്താദുമാരും കുട്ടികളും തന്നെ ഇറങ്ങിപ്പോകേണ്ടുന്ന, അഥവാ അവർ തന്നെ പോയി കാശുകൾ സ്വരൂപിച്ച് കൊണ്ടുവരുന്ന ഒരു വളരെ ചില അങ്ങനെ പഠനങ്ങളുടെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഇറക്കങ്ങൾ ആവശ്യമായി പോകുന്ന ഘട്ടങ്ങളാണ്. അത് ഇപ്പോൾ ഞാൻ തന്നെ KMIC-യിലുള്ള ക്ലാസുകൾ തന്നെ റമദാനിന്റെ മുമ്പേ കുറെ മുടങ്ങിപ്പോകാനുള്ള കാരണവും രാത്രിയിൽ ഇതുപോലുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നസൂർ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷേ സാധിക്കാതെ പോകുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ്. അപ്പൊ ആ വിഷയങ്ങളുടെ പേരിൽ 12,000 ഉറുപ്പിക തരാൻ പറ്റിയ ഒരു 360 ആളുകളെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് സ്വസ്ഥമായി ഇവിടെ നിന്ന് ദർസ് നടത്താം, ഈ സ്ഥാപനം നിലനിൽക്കുകയും ചെയ്യും. ഒരു ദിവസത്തെ ചെലവ് ഒരു 24 മണിക്കൂർ വർഷത്തിൽ ഒരു ദിവസം എന്റേതാകട്ടെ എന്ന് തീരുമാനിക്കാൻ മാത്രം മനസ്സ് വിശാലമുള്ള നല്ല മോമിനീങ്ങൾ, നല്ല നിയ്യത്തോടുകൂടെ തരാൻ പറ്റിയവർ മാത്രം, ആരെയും പ്രലോഭിപ്പിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് വേണ്ട എന്നാണ് തീരുമാനം. പാലക്കാട് ജില്ലയിൽ പണ്ഡിതന്മാർ ധാരാളം ഉണ്ടാകേണ്ട ആവശ്യകതകളുണ്ട്. പെരുന്നാളിന് മാത്രം തുറക്കുന്ന പള്ളികൾ പാലക്കാട് ജില്ലയിൽ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു പോയാൽ അത് ജില്ലക്കാർക്ക് മോശമാകുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അത്രയും മോശമായ ചില സ്ഥലങ്ങളുണ്ടെന്നാണ് എന്നോട്, ഞാൻ നേരിട്ട് കണ്ട സ്ഥലങ്ങളല്ലെങ്കിലും ഇവിടെ തന്നെയുള്ള ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അത്തരം വളരെ ദയനീയമായി ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ അനിവാര്യത എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്റെ ഒരു ദിനം എന്ന തീരുമാനത്തിൽ, എന്റെ ഒരു ദിനം പദ്ധതി എന്ന നിലയ്ക്ക് 12,000 ഉറുപ്പിക തരാൻ പറ്റിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ട്, ചില ആളുകൾക്ക് 2 ദിവസം തരാമെന്ന് പറഞ്ഞവരുണ്ട്, ചില ആളുകൾ 2 ദിവസം ഏറ്റവർ 3 ദിവസം ആക്കണം ഉസ്താദെ എന്ന് പറഞ്ഞവരുണ്ട്, ചില ആളുകൾ 1 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, അര ദിവസത്തിന്റെ ആളുകളുണ്ട്. ഉള്ള പോലെ പറയണല്ലോ. അതൊരു 5-6 ആളുകളേ ഉള്ളൂ. ഏകദേശം 90ഓളം ദിവസങ്ങൾ ആയിട്ടുണ്ട്. അത് 100ഓളം ദിവസം, 100-90ന്റെ ഇടയിലാണെന്ന് തോന്നുന്നു. അത്തരം ദിവസങ്ങളൊക്കെ 1 ദിവസം 2 ദിവസമായിട്ടുള്ളവരാണ്. അര ദിവസത്തിന്റെ ആളുകളും ഒരു 5-6 പേരുണ്ട്. അങ്ങനെ നമ്മുടെ ഈ
എന്റെ ഒരു ദിനം പദ്ധതിയിൽ അംഗമായി ചേർന്നവർക്ക് വേണ്ടി ഒരു ഫാമിലിയുടെ രൂപത്തിൽ ഒരു കുടുംബം എന്ന പേരിൽ, അഥവാ അവരുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി 70,000 തെഹ്ലീൽ ചെല്ലുന്ന, അവർക്ക് വേണ്ടി പ്രത്യേകം എല്ലാ ദിവസവും പ്രാർത്ഥന നടത്തുന്ന, ഇപ്പോ നാളെ തന്നെ അതിലെ ആദ്യമായി നമ്മുടെ തെഹ്ലീൽ എല്ലാം വേണ്ടി ഒരു വീട്ടിൽ പോവുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഉപഹാരം, ഷാദിലി മെമ്പർ, നമുക്ക് അദ്ദേഹം കാശ് തന്നിട്ടില്ല, പക്ഷേ ഷാദിലി മെമ്പറിന്റെ ഒരു മെമ്പറിന്റെ ഭാര്യ മരണപ്പെട്ടുപോയി. നാളെ മുത്താലിമികളും ഉസ്താദുമാരും ഒന്നിച്ച് വീട്ടിൽ പോയി തെഹ്ലീൽ ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി തെഹ്ലീൽ ചെല്ലില്ല, അതിവിടെ അടുത്തായതുകൊണ്ട് പോവുകയാണ്. ഇവിടെ വെച്ച് ചെല്ലും ഇൻഷാ അള്ളാഹ്. അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ മെമ്പറാകാം. മാസത്തിൽ 1000 ഉറുപ്പിക തന്നുകൊണ്ട് 12 മാസത്തിനുള്ളിൽ 12,000 തന്നു തീർക്കുകയോ, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ എപ്പോഴെങ്കിലും തന്നു തീർക്കുന്ന രൂപത്തിൽ 12,000 ഉറുപ്പിക ഏൽക്കുന്ന പദ്ധതിയാണ് എന്റെ ഒരു ദിനം പദ്ധതി. ഇത് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഉവൈസ് സഖാഫിയുടെ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കൂടലും പിരിയലും സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ കസീറൻ മുബാറകൻ ജസീറൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه وأزواجه وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا رب, أرحم الراحمين يا رب, أرحم الراحمين يا رب. സാധുക്കളായ പാപികളായ പാവങ്ങളായ ബലഹീനരായ അന്ത്യനാടിന്റെ ചണ്ടികളായ ഒന്നിനും കൊള്ളാത്ത ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കൾ, ഭാര്യ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാര്, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാരും അവരുടെ ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, ഞങ്ങളുടെ ഉറ്റവരുടെ ശിഷ്യന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവർ, ഞങ്ങളുടെ മുത്താലി ങ്ങളെ സഹായിച്ചവര്, ഷാദിലി ഫാമിലിയിൽ മെമ്പർമാർ, അവരെയും ഭാഗ്യവാന്മാരിൽ പെടുത്തരുത്.